അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഇവിടെ വിളിച്ചതിന് ഒരുപാട് കേട്ടിട്ടുണ്ട് നിഷ്കാത്ത് എന്നുള്ളത്. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ. റെഡി അല്ലേ? ഓക്കെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വഖൽബിൻ ലാ യഖ്ശഅ വനഫ്സിൻ ലാ തശ്ബഅ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒന്നും കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ഈ ഒരായത്ത് നിങ്ങൾ എല്ലാവരും ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരായത്ത് എല്ലാവർക്കും പരിചയം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയോ ഈ ആയത്ത്? യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. സൂറത്ത് ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ്. അപ്പൊ ഇവിടെ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? യാ അയ്യുഹൻ നാസ് എന്ന് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തദബ്ബുർ ചെയ്യുന്നതാണ് ഈ ഒരായത്ത്. യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, മനുഷ്യന്മാരെ, അതായത് ഞാൻ ഇതിൽ പെട്ട് നിങ്ങളും ഇതിൽ പെട്ട്. ഇന്ന, ഞാൻ ഉറപ്പായിട്ടും, ഖലഖനാകും, എന്തിനാ ഉണ്ടാക്കിയത്? ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. അപ്പൊ നമുക്ക് ക്ലിയർ, നമ്മളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിൽ നിന്നാണ് ഉണ്ടാക്കിയത്. വജഅൽനാകും ശുഊബൻ വഖബായില ലതആറഫു. നെക്സ്റ്റ് എന്താ പറയുന്നത്? പിന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ട്രൈബ് ആക്കി. എപ്പെങ്കിലും നിങ്ങൾ ഈ ലോകത്ത് വന്നപ്പം ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഉണ്ടാക്കിയെന്നുള്ളത്? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതൊന്നും പഠിക്കാത്ത സമയത്ത് എന്നും ഞാൻ ചിന്തിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തിനായിരിക്കും എന്റെ റബ്ബ് എന്നെ ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടാവുക? എന്തിനാ ഇപ്പൊ ഈ ഒരു ആയത്ത് വായിക്കുന്ന സമയത്ത് എന്റെ മൈൻഡിൽ ഉണ്ടായത്, അതെന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും വേറെ ഉണ്ടാക്കി? അതെന്താ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം കഴിയൂല? അപ്പൊ എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കിയാൽ എന്താ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിനുള്ള ഉത്തരവായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നെക്സ്റ്റ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ നിഅമത്താണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ബെസ്റ്റ് വുമൺ എന്നാണ്. എങ്ങനെയായിരിക്കും നമ്മൾ ഏറ്റവും നല്ല ഒരു സ്ത്രീ, എങ്ങനെയാ നമുക്ക് ആവുക എന്നുള്ളത്. അപ്പൊ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് ബെസ്റ്റ് ആവണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത്, തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ആവണമെങ്കിൽ തഖ്വ ഉണ്ടാവണം. അപ്പൊ എങ്ങനെ നമ്മൾ ബെസ്റ്റ് ആവുക? നമ്മളിപ്പം ബെസ്റ്റ് 10 ഡേയ്സിലാണുള്ളത്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ 10 ഡേയ്സിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. നോമ്പെടുക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളെങ്ങനെയാ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഒരു ബെസ്റ്റ് എങ്ങനെയാവുക, ഒരു ബെസ്റ്റ് വേർഷൻ നമ്മൾ എങ്ങനെയാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിൽ ഇറക്കിയത് നിങ്ങൾ എല്ലാവരും പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലെ. ശരിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, മനുഷ്യന്മാരെയും ജിന്നിനെയും ഞാൻ ലിയഅ്ബുദൂൻ, മലയാള തഫ്സീർ ആണെങ്കിൽ ആരാധിക്കാനല്ലാതെ ഞാൻ ഇറക്കിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അറിയോ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അവനോടുള്ള വണക്കവും അനുസരണവും ആരാധനകളും ദുആകളും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പിന്നെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക. ഓക്കെ, വേറെ എങ്ങനെ പറയാനുണ്ടോ? ശരിക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവനക്കം അവന് മാത്രമായിക്കൊണ്ട് അവനെ അനുസരിക്കുന്ന ഒരു അടിമ. ഓക്കെ, അപ്പം ഇബാദ എന്ന് പറഞ്ഞാല് രണ്ടർത്ഥമാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. മലയാളം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആരാധന, അതിൽ മാത്രം ഒതുങ്ങിപ്പോകും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 80% ഈ ഒരു ആയത്തിന്റെ ശരിക്ക് തദബ്ബുർ ചെയ്തിട്ടില്ല എന്നർത്ഥം. ശരിക്കും ഇബാദ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ അബ്ദ്, അടിമ, അള്ളാന്റെ അടിമയായി ഞാൻ പറയുന്നതാണ്, ഞാൻ ഓക്കെ യാ അല്ലാഹ് ഞാൻ നിന്റെ അടിമയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ അള്ളാന്റെ അടിമയായെങ്കിൽ പിന്നെ ഞാൻ അള്ളാഹിനെ പറ്റി അറിയണ്ടേ, ഇതെന്താ സംഭവം, അള്ളാഹ് ആരാണ്, അള്ളാഹ് എങ്ങനെയാണ്, അള്ളാഹ്ക്ക് എന്താ വേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ സംഭവം എന്ന് വെച്ചാല്, ഓക്കെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം, ഓ നിസ്കരിക്കണം അല്ലെ 5 നേരം നിസ്കരിച്ച്, ഓ നോമ്പെടുക്കണം അല്ലെ 5 നേരം നോമ്പെടുക്കും, ഓ ഹിജാബ് ഇടണം അല്ലെ ഹിജാബ് ഇട്ടു. പക്ഷെ ഇതിലെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഞാൻ പെർഫെക്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണ അടിമയായി, എനിക്ക് അള്ളാഹിനെ പറ്റി കൂടുതൽ അറിയാം. ഇതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. സംഭവം ഈ മക്ക കാലഘട്ടത്തിൽ, നമ്മളിപ്പോ മദീന കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്, മക്ക കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്?
കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഈ സമയത്ത് ദീന് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള ഒരു സംഭവമാണ്. സെയിം സംഭവം തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പോയപ്പോൾ ഉണ്ടായത്. ആ മക്ക സംഭവം ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും നിസ്കരിക്കുക, നോമ്പെടുക്ക്, ഹിജാബ് ഇട്, അങ്ങനെയല്ല പറഞ്ഞത്. ഫസ്റ്റത്തെ കാര്യം എന്താ പറഞ്ഞ? യാ അയ്യുഹൻ നാസു അബ്ദു റബ്ബുക്കും, നീ നിന്റെ റബ്ബിന്റെ അടിമയാണ്, നീ നിന്റെ റബ്ബിനെ പറ്റിയിട്ട് അറിയും. അല്ലാതെ നിന്റെ റബ്ബിനോട് നിസ്കരിക്കുക, റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, റബ്ബിനോട് ദ്വാ ചെയ്യും ഒന്നുമല്ല പറഞ്ഞത്. നീ നിന്റെ റബ്ബിന്റെ ശരിയായ അടിമയാകുന്ന പറഞ്ഞത്. നീ നിന്റെ റബ്ബിനെ ശരിക്ക് അറിയുന്ന പറഞ്ഞത്. അപ്പം ഈ ഒരു സംഭവമാണ് നമ്മൾ ഇപ്പം മിസ് ചെയ്യുന്നത്. നമ്മളെ ഈ ലൈഫിൽ നമ്മളിപ്പോ മിസ് ചെയ്യുന്ന സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മളെ റബ്ബിനെ അറിയുന്നില്ല. ആരാ ശരിക്കും എന്റെ റബ്ബ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ആരാണ് അല്ലാഹു, അപ്പൊ നിങ്ങൾ എന്താ ഉത്തരം പറയാം? അള്ളാഹു നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചവൻ. ഓക്കെ, നമുക്ക് വേണ്ട എല്ലാം നൽകിയവൻ. അധികം ആൾക്കാരോടും ഈ ചോദ്യം ചോദിച്ചാൽ രണ്ട് ഉത്തരം പറയാം. ഒന്നെന്ന് പറഞ്ഞാല് അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്നെ ഉണ്ടാക്കിയവൻ. രണ്ടെന്ന് പറഞ്ഞാല് ചില ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 പേരും പറയും. അള്ളാഹ് റസ്സാഖാണ്, അള്ളാഹ് ഷാഫിയാണ്, ഇതൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമാണ്, അള്ളാഹ് റസ്സാഖാണ്, ശരിക്കും റസ്സാഖാണോ നിങ്ങളുടെ ലൈഫിൽ? അള്ളാഹ് ഷാഫിയാണ്, ശരിക്കും ഷാഫിയാണോ നിങ്ങളുടെ ലൈഫിൽ? ഇപ്പം നിങ്ങൾക്ക് ഒരു അസുഖം വന്നാല് ഫസ്റ്റ് നിങ്ങൾ അള്ളാഹിനെ തന്നെയാണോ വിളിക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് ബെസ്റ്റ് ഡോക്ടർ, എവിടെയാണ് ബെസ്റ്റ് ഡോക്ടർ ഉള്ളത്? ഈ ഒരു അസുഖം വന്നു, എവിടെയാണ്, ഏത് സ്ഥലത്താണ് ബെസ്റ്റ് ഡോക്ടർ ഉള്ളതെന്നാണോ ഫസ്റ്റ് നോക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് ആ അസുഖം വന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, യാ റബ്ബേ യാ ഷാഫി, നീയാണ് എനിക്ക് തന്നത്, നീ സുഖപ്പെടുത്തിത്ത, എന്നിട്ടാണോ നിങ്ങൾ ഡോക്ടറത്തേക്ക് പോകുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർക്കൊക്കെ പോയി ഗുളികൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ പറയും, യാ റബ്ബേ കുറെ ഗുളികെല്ലാം കുറിച്ച് നീ ഇതൊന്ന് ശരിയാക്കി, ഇങ്ങനെയാണോ നമ്മൾ പറയാ? അങ്ങനെ ഈ പ്രോബ്ലം ആണ് നമ്മുടെ ലൈഫിൽ മെയിൻ ആയിട്ട് ലേഡീസിന്റെ എല്ലാ കാര്യത്തിലുള്ളത്. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ബെസ്റ്റ് എങ്ങനെ ആവാന്ന് വിചാരിച്ചാൽ ശരിക്കും മനസ്സിലാക്കിക്കോണേ, ഒരു സ്ത്രീ ഏറ്റവും ബെസ്റ്റ് എങ്ങനെ ആവാന്ന് വിചാരിച്ചാല് ആ ലേഡീന്റെ ഫോക്കസ് ഉണ്ടാവുമല്ലോ ആ ലൈഫിൽ. ഇപ്പം എന്റെ ലൈഫിൽ എന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികളെ അല്ല, എന്റെ ഭർത്താവല്ല, എന്റെ ബ്യൂട്ടി അല്ല, എന്റെ വീടല്ല. എന്റെ ലൈഫിൽ എന്റെ ഫോക്കസ്, എനിക്കൊരു ലക്ഷ്യമുള്ളത് അൽ അഹദ്, അള്ളാഹ് മാത്രം. ഇങ്ങനെ ആയാലും മാത്രമേ നമ്മൾ ബെസ്റ്റ് ആവുള്ളൂ. ഒരു ബെസ്റ്റ് വുമൺ ആവണമെങ്കിൽ ആ സ്ത്രീയുടെ ലൈഫിലെ ഫോക്കസ് എന്ന് പറയുന്നത് കുട്ടികളാവാൻ പാടില്ല. അയ്യോ എന്റെ കുട്ടി, എന്റെ ഭർത്താവ്, എന്റെ സ്റ്റൈൽ, എന്റെ വീട്, ഇതാവാൻ പാടില്ല. എന്റെ റബ്ബ്, ഇതായാലും മാത്രമേ നമ്മൾ ബെസ്റ്റ് വുമൺ ആവും. ഇപ്പം ഈ ഗ്രൂപ്പിൽ എത്ര ആൾക്കാർക്ക്, സിൻസിയർ ആയിട്ട് പറയണേ, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്, സത്യം പറയണം, എത്ര ആൾക്കാർക്ക് കോൺഫിഡന്റ് ആയിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റും, എന്റെ റബ്ബിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് പറയും, യാ അല്ലാഹ് ഞാൻ നിനക്ക് വേണ്ടിയിട്ടേ ജീവിച്ചിട്ടുള്ളൂ, ഞാൻ കല്യാണം കഴിച്ചത് നിനക്ക് വേണ്ടിയിട്ട്, എനിക്ക് കുട്ടികളാവണം എന്ന് ആഗ്രഹിച്ചത് നിനക്ക് വേണ്ടിയിട്ട്, ഞാൻ പഠിച്ചത് നിനക്ക് വേണ്ടിയിട്ട്, ഞാൻ പണിയെടുത്തത് നിനക്ക് വേണ്ടിയിട്ട്, ഈവൻ പല്ല് തേച്ചത് വരെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും കോൺഫിഡന്റ് ആയിട്ട് അള്ളാനെ മീറ്റ് ചെയ്താൽ, യാ റബ്ബേ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്? പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാം കാര്യങ്ങളും ഇല്ല അല്ലെ? നമുക്ക് ആർക്കും ഒരു ഇടക്ക് പറയാൻ പറ്റുമായിരിക്കും, ഓക്കെ ഇടക്ക് ഞാനും ചാക്കാം, ഇടക്കാവൂല, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് അത്രയും കോൺഫിഡന്റിൽ പറയാൻ പറ്റണം. അങ്ങനെ ആയാലും മാത്രമേ നമ്മൾ ബെസ്റ്റ് ആവൂ. നമ്മൾ ഖുർആൻ പഠിച്ചത് യാ അല്ലാഹ് നിനക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഒരു ലെക്ചറിൽ കേൾക്കുന്നത്, ഈ ഒരു ഗ്രൂപ്പിൽ കൂടിയത് യാ റബ്ബേ അത് ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ്. അത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തീരുമാനിക്കാം, ഇനി അങ്ങോട്ട് എന്റെ ലൈഫ് യാ റബ്ബേ അത് നിനക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ഒരു സംഭവമാണ്, ഈ ഒരു ചെറിയൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് മനസ്സിലാക്കിക്കോ, ഈ ഒരു സംഭവമാണ് നമുക്ക് മിസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചെറിയൊരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളിത് ഫീൽ ചെയ്യണേ. ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു സംഭവം നിങ്ങൾ ഫീൽ ചെയ്യണം, നിങ്ങളാണിത്. ഓക്കെ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടായ ഒരു സിറ്റുവേഷനാണ്. റെഡി അല്ലേ? ഓക്കെ റെഡി. ഓക്കെ. നിങ്ങളെ വീട്ടിലിപ്പം നിങ്ങളെ വീട്ടിന്റെ മുമ്പിൽ ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ ഒരു ആണുങ്ങളുണ്ട്, സാധനങ്ങൾ നമ്മളിങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ സാധാരണ ഷോപ്പിൽ ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ അരി വാങ്ങാൻ ഇതാക്കാനും നമ്മൾ ഇടക്ക് പോക്കുണ്ട്. ചിലപ്പോൾ ഇടക്ക് അയാൾ സാധനം വീട്ടിൽ കൊണ്ടിട്ടുണ്ട്. ഓക്കെ, സാധാ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്നാണ് ഒരു ദിവസം അറിയുന്നത്, എന്റെ ആ നാട്ടിലുള്ള ആൾക്കാർ, ആ ചുറ്റുപാടത്തുള്ള ആൾക്കാരും എന്റെ വീട്ടിലുള്ള ആൾക്കാരും എന്റെ ഫാമിലിയും എല്ലാവരും എന്നെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. എന്താ സംസാരിക്കുന്നത്? ഞാനും അതായത് നിങ്ങളും ആ ഷോപ്പിലുള്ള ആ ഒരു ആണും തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ളത്, രണ്ടാളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അതായത് നിങ്ങളോട് ആരും വന്നിട്ട് പറയുന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ
ആ റോഡിലൂടെ നടക്കുമ്പോൾ എല്ലാവരും നിങ്ങൾ ആ ഒരു രീതിയിലാണ് നോക്കുന്നത്. ആ നിങ്ങളും ആ ഷോപ്പിലുള്ള ആളും തമ്മിൽ എന്തോ ചുറ്റിക്കളി ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ. നിങ്ങൾ വീട്ടിൽ നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്ത് തമ്മിൽ വന്നാൽ ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിക്കും ഇതിനെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളെ ഫാമിലി അടുത്ത് പോയാൽ സെയിം അതന്നെ. അപ്പൊ നിങ്ങൾ ഇതെന്താ സംഭവം, ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളോടൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളും അയാളും തമ്മിൽ സ്നേഹത്തിലാണ്, ഒരു ചുറ്റിക്കളി ഉണ്ട് എന്നുള്ള ആ ഒരു സംഭവം ആ നാട് മൊത്തം, അതായത് നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയ മൊത്തം, നിങ്ങളെ ഫാമിലി, നിങ്ങളെ ഫ്രണ്ട്സ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാര വിഷയമായിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ദിവസം നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഹസ്ബൻഡ്, ഓക്കെ, ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, രണ്ടാളും അങ്ങോട്ടേക്കോട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. എന്നിട്ട് ആ ഹസ്ബൻഡ് നിങ്ങളോട് വന്നിട്ട് പറയുന്നു, നിങ്ങൾ ആ റൂമിന്റെ ഉള്ളിൽ ഇത് നിങ്ങളാണെന്ന് ഫീൽ ചെയ്യണേ, വെറുതെ ഒരു കഥയായിട്ടൊന്നും കാണരുത്, ഇത് നിങ്ങളാണ് ആ സിറ്റുവേഷനിലുള്ളത്. ആ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി അവിടെ ഉണ്ട്, ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ട്, അവിടെ നിങ്ങളെ ഹസ്ബൻഡ് അവിടത്തേക്ക് വരുന്നു. എന്നിട്ട് നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തില്ലെങ്കിൽ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ, ഇനി ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നീ നമ്മളോട് പറ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, പക്ഷെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നതാണ് നിങ്ങൾ ഓനും തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്, സ്നേഹത്തിലാണെന്നുള്ളത്. ഇങ്ങനെ നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ എന്താ പറയാ? നമ്മുടെ ചോദിക്കുന്നതാ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാ. അത്രയും സിറ്റുവേഷൻ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾക്ക് അപ്പൊ ഒരു വിഷമോ ഒരു ഒച്ചപ്പാടും ഒന്നും ഉണ്ടാവില്ല, കാരണം അത്രയും വലിയൊരു സീരിയസ് കേസാണ്, നാട് മൊത്തം അറിഞ്ഞു. നിങ്ങൾ പറയാനുണ്ടാവും, വിഷമം ഉണ്ടാവല്ലോ. എന്തായാലും നമുക്ക് പഠിച്ചവനോട് ബോധിപ്പിച്ചാ പോരെ. ഹസ്ബൻഡിനോട് കുറേ പറയാനുണ്ടാവും. പ്രയാസം ഉണ്ടാവും തീർച്ച. അങ്ങനെ ഇല്ലാത്തൊരു സംഭവം പറഞ്ഞു കേൾക്കും, ഇത്രയും പ്രയാസം ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ പറയും നമുക്ക് അള്ളാനെ ബോധിപ്പിച്ചാ പോരെ, നമുക്ക് അങ്ങനെ, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്തായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. കഥയായി കരുതുന്നതുകൊണ്ടാണ്. ആ, ഇതിപ്പോ നിങ്ങൾ കഥയായിട്ട് കാണല്ലേ, നിങ്ങൾ അവിടെ സിറ്റുവേഷനിൽ ഉണ്ട് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഹസ്ബൻഡ് എന്നുണ്ടായാലും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ആ ഒരു ഹസ്ബൻഡ് വന്നിട്ടാ പറയുന്നേ, നീ ചെയ്തില്ലെങ്കിൽ നീ അള്ളാനോട് പൊറുക്കലിനെ തേട് എന്നുള്ളത്. സഹിക്കാൻ പറ്റാത്തൊരു സംഗതി അല്ലെ, അത്രയും വലിയൊരു പ്രശ്നമല്ലേ അല്ലെ? കാരണം പ്രത്യേകിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ എന്തായാലും ഒരു ഒറ്റപ്പാട്, തീർച്ചയായും സങ്കടം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഒരു ഒച്ചപ്പാട്, ദേഷ്യം പിടിക്കല്, എന്താ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഞാൻ എന്താ ചെയ്തിനി അങ്ങനെ ഇങ്ങനെ ഒച്ചപ്പാടാക്കിയിട്ടായിരിക്കും നമ്മൾ ഹസ്ബൻഡിന് കാര്യം അറിയിക്കാം അല്ലെ? കാര്യം അറിയിക്കും, പക്ഷെ നമ്മൾ ഒച്ചപ്പാടാക്കിയിട്ടായിരിക്കും കാര്യം അറിയിക്കാം. എത്ര ആൾക്കാർ എന്നാൽ ഇങ്ങനെ പറയും, പക്ഷെ എത്ര ആൾക്കാർ ഇങ്ങനെ പറയും, യാ അല്ലാഹ് ഇത് നീയാണ് ആക്കിയത്, ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നത് നീയാണ്, നീ എന്താ എന്നെ ഇതിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നേ, ഞാൻ എന്താ ഇവർക്ക് മറുപടി കൊടുക്കണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് ആരതാ കഥ എന്നറിയോ? ഇത് ആർക്ക് നടന്ന സംഭവം എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹുവിന് നടന്ന സംഭവം അല്ലെ? ഈ ഒരു കഥ ഓരോ നിമിഷം വായിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചില്ല, യാ റബ്ബേ ഇത് എങ്ങനെ ആയിഷ റളിയല്ലാഹു ഇത് സഹിച്ചത്? ഒരു പെണ്ണിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം, ആ പെണ്ണ് വേറൊരാണുമായിട്ട് സ്നേഹത്തിലാണ്, ഇഷ്ടത്തിലാണ്, അത്രയും നല്ല രീതിയിൽ നടക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ വേറൊരാണുമായിട്ട് ആ നാട്ടുകാർ മൊത്തം പറയുമ്പം, സ്വന്തം ഫാമിലി പറയുമ്പം, ഹസ്ബൻഡ്, അതും ആരാ വന്നിട്ട് പറയുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയിഷയോട് പറയുന്നത്, ആയിഷ നീ ചെയ്തില്ലെങ്കിൽ നീ പൊറുക്കലിനെ തേട്. എങ്ങനത്തെ സ്ത്രീ ആയിരിക്കും ആയിഷ റളിയല്ലാഹു അൻഹ? ആയിഷന്റെ റളിയല്ലാഹുവിന്റെ ഉത്തരമാണ് നമ്മൾ കേൾക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു തന്നെയാണ് ഈ ഒരു സ്റ്റോറി മൊത്തം നമുക്ക് വിവരിച്ചു തരുന്നത്. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇനി പറയാൻ പോകുന്നത് ആയിഷ റളിയല്ലാഹു പറയാൻ പോകുന്ന കാര്യമാണ്. അത് നിങ്ങൾ കാണാപാഠം പഠിക്കുന്ന പോലെ നിങ്ങൾ പഠിക്കണം. അത് നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. ആയിഷ റളിയല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ആയിഷ റളിയല്ലാഹു ആരോടൊക്കെ പറയുന്നത്, ആ റൂമില് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ആയിഷ റളിയല്ലാഹുവിന്റെ ഉപ്പ, ആയിഷ റളിയല്ലാഹുവിന്റെ ഉമ്മ ഉമ്മു റുമാൻ, ആയിഷ റളിയല്ലാഹുവിന്റെ ഭർത്താവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരോട് മൂന്നാളോടും കൂടി ആയിഷ റളിയല്ലാഹു പറയുന്നതാണ്, നിങ്ങളെ ഹൃദയത്തിൽ എന്താ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാന് നിരപരാധിയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, അള്ളാഹ്ക്കറിയാം ഞാൻ നിരപരാധിയാണെന്നുള്ളത്. നോക്കണേ, ആയിഷ റളിയല്ലാഹുവിന്റെ വായിന്ന് വരുന്ന വാക്ക് നോക്കണേ, ഞാൻ നിരപരാധിയാണ്, അള്ളാഹ്ക്കറിയാം ഞാൻ നിരപരാധിയാണെന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ ഞാൻ നിരപരാധിയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്.
ഇനി ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, അള്ളാഹ്ക്ക് അറിയാം ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാൻ ആ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും ചെയ്യും. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല, ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ ഇനി ഒരു വാക്കും പറയാൻ പോകുന്നില്ല. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ, അതായത് യാക്കൂബ് അലൈഹി ഇസ്ലാം എന്നുള്ള പേര് ആയിഷ റളിയല്ലാഹു ആ സമയത്ത് ആ ഒരു മെന്റൽ കണ്ടീഷനിൽ പുറത്തേക്ക് വരുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ പറഞ്ഞ ഒരു വാക്കല്ലാതെ ഞാൻ ഇനി വേറൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ബാക്കോട്ട് കടന്നിട്ട് ആയിഷ റളിയല്ലാഹു ഇവരോട് മൂന്നാളോടും പറഞ്ഞ കാര്യം വസ്സബറുൻ ജമീലുൻ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസ്രിഫൂൻ. ബ്യൂട്ടിഫുൾ പേഷ്യൻസ്, നല്ല സുന്ദരമായ നല്ല ക്ഷമയുള്ള നല്ലൊരു ക്ഷമ ഞാൻ കൈക്കൊണ്ടോളാം, അള്ളാഹ് എന്നെ ഹെൽപ്പ് ചെയ്യും, അള്ളാഹ് എന്നെ ഹെൽപ്പ് ചെയ്യും. ഈ ഒറ്റ വാക്കാണ് ആയിഷ റളിയല്ലാഹു പറഞ്ഞത്. അതും പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു എന്താക്കി, ഇങ്ങനെ തിരിഞ്ഞ് കടന്നു. ആയിഷ റളിയല്ലാഹു ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു പറയുന്നത് വല്ലാഹി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എനിക്ക് ഇത്രയും വലിയൊരു പദവി ഉണ്ട് എന്നുള്ളത്. കാരണം എന്റെ ആ ഒരു ഇന്നസെന്റ്, ആ ഒരു നിരപരാധിത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുർആന്റെ ആയത്ത് തന്നെ ഇറക്കി. അത് ലോക അവസാനം വരെ എല്ലാവരും ഓതിക്കൊണ്ടിരിക്കും. എന്റെ നിരപരാധിത്യം അത്രയും കാലം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹ്യ ഇറങ്ങുന്ന ആ ഒരു സിറ്റുവേഷനായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നെറ്റിന്റെ അവിടെ ഇങ്ങനെ വേർപ്പൊക്കെ വരുമല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞ അവിടെ ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ആയിഷ, നിന്റെ നിരപരാധിത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചു. അത് കേട്ടപ്പോ എല്ലാവർക്കും റൂമിൽ ഭയങ്കര സന്തോഷമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഒക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ഏറ്റവും വലിയ സന്തോഷ വാർത്തയല്ലേ, ഇനിയൊന്നും ഇല്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പിന്നെ ഖലാസ് തീർന്നില്ലേ. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞേ, ഖൂമു ആയിഷ ഖൂമു, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോ. ഇവിടെയാണ് നോക്കേണ്ടത് ആയിഷ റളിയല്ലാഹുവിന്റെ ബെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് ആവേണ്ടത്. അവർ ഖൂമു, നീ എണീക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോകുന്ന പറഞ്ഞ ആയിഷ റളിയല്ലാഹു ഒരു വാക്ക് പറഞ്ഞു, ഇല്ല ഞാൻ പോവില്ല, ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിച്ച് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് ഞാൻ പോവുള്ളൂ, വേറെ ഒരാളടുത്തേക്കും ഞാൻ പോകൂല എന്നുള്ളത്. നമ്മളാണെങ്കിൽ നമ്മളെ നിരപരാധിത്വം തെളിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം പോയിട്ട് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകും. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പോകൂലേ. നമ്മൾ ആദ്യം അള്ളാന്റെ അടുത്തേക്ക് പോവുമോ? നമുക്ക് ആ ഒരു ചിന്ത വരുമോ പോവാൻ വേണ്ടിയിട്ട്? അപ്പം ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, ആയിഷ റളിയല്ലാഹു അൻഹും ഞാനും നിങ്ങളും എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് ആവണം, നമ്മൾ ഭയങ്കര ആവണം, എനിക്ക് ബെസ്റ്റ് ആവണം. പക്ഷെ അതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ അത് പറ്റില്ല. അത് ആയിഷ റളിയല്ലാഹു അൻഹും നിങ്ങളും ഞാനും, നമ്മളും ആയിഷ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ ആയിരിക്കും എനിക്ക് ആയിഷ റളിയല്ലാഹു പോലെ ഒരു കുറച്ചെങ്കിലും ആവാൻ പറ്റുക? എങ്ങനെ എനിക്ക് ആയിഷ റളിയല്ലാഹു പോലെ ആവാൻ പറ്റും? ഒരു ഇത്തിരി ഫുൾ ആവണ്ട, ഒരു ലിറ്റിൽ ഒരു കുറച്ച്. അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മിസ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഒരാളെയും ബ്ലെയിം ചെയ്യണ്ട, നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്താൽ മതി. നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞാൽ മതി, നമ്മളെ നെഫ്സിനെ നമ്മൾ പറഞ്ഞാൽ മതി. അതായത് ആരും ഒറ്റത്തിലൊന്നും പറയൂല, പക്ഷെ ഇതാണ് സംഭവം. നമുക്ക് നമ്മുടെ ലൈഫില് എല്ലാത്തിനേക്കാളും അള്ളാനേക്കാളും എനിക്ക് ബാക്കിയുള്ള കാര്യമാണ് മേലെ. നമ്മൾ ഓരോ മേലെ അല്ലല്ലോ ആവുന്നില്ല, എനിക്ക് അള്ളന്നെ മേലെ, അള്ളന്നെ ഏറ്റവും വലുത് വായ കൊണ്ട് നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ലൈഫില് നമുക്ക് അള്ളാനേക്കാളും മേലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണ്. ഞാന് അള്ളാനേക്കാളും മുമ്പേ ഞാൻ ബാക്കിയുള്ള എല്ലാവരെയാണ് ഞാൻ ചിന്തിക്കുക. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ചോദിക്കാറുള്ളൂ. ഞാൻ അള്ളാനെ വിളിക്കും, അതായത് 5 നേരം നിസ്കരിക്കലുണ്ട്, ദുആ ചെയ്യലുണ്ട്. പക്ഷേ 5 നേരം നിസ്കരിക്കും, ദുആ ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വരുമല്ലോ, എന്റെ ലൈഫിൽ ഭയങ്കരമായ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാല് പിന്നെ ഞാനൊരു നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, കരഞ്ഞ ദുആ ചെയ്യും, അങ്ങനാക്കും ഇങ്ങനാക്കും. പക്ഷെ എനിക്ക് അല്ലാത്ത സമയത്ത് ഞാൻ സാധാ പോലെ നിസ്കരിക്കും, സാധാ പോലെ ദുആ ചെയ്യും. പക്ഷെ ആ ഒരു ഫീലിംഗ് അല്ലാത്ത സമയത്ത് എനിക്ക് ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എനിക്ക് അള്ളാഹ് ആവശ്യമുള്ള സമയത്ത് എനിക്ക് എന്റെ റബ്ബിനെ വേണ്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? എന്നെ ആരാണോ നല്ല സമയത്ത്, അതായത് ഒരാൾക്ക് നല്ല നിഅമത്തും നല്ല ബ്ലെസ്സിംഗ് ഉള്ള സമയത്ത് എന്നെ ആരാണോ ഓർമ്മിക്കുന്നത്, അവനെ ഞാൻ അവനക്ക് പ്രശ്നമുള്ള സമയത്ത് ഞാൻ അവനെ ഓർമ്മിക്കൂന്നാ പറയുന്നത്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയല്ല പറയുന്നത്, എനിക്ക് പ്രശ്നമുള്ള സമയത്ത് ഞാൻ നിന്നെ ഓർമ്മിക്കുക, അല്ലാത്ത സമയം ഞാൻ ഓർമ്മിക്കാന്നല്ല പറഞ്ഞു. നിനക്ക് സന്തോഷമുള്ള സമയത്ത് നീ എന്നെ ഓർമ്മിക്കി, നിനക്ക് വിഷമമുള്ള സമയത്ത് ഞാൻ നിന്നെ ഓർമ്മിക്കും. ഇതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹു നമുക്ക് വിഷമമുള്ള സമയത്ത് മാത്രമല്ല യാ അല്ലാഹ് എന്ന് വിളിച്ച് പറഞ്ഞത്, അല്ലാത്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇബാദത്ത് എങ്ങനെയാണെന്നറിയോ? ആയിഷ റളിയല്ലാഹു നമുക്കറിയാലേ ഭയങ്കര ഫഖീഹാണ്, ഭയങ്കര അറിവുള്ള ഒരാളാണ് ആയിഷ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാല്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരാൾ വന്നു ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വന്ന സമയത്താണ് മനസ്സിലായത് ആയിഷ റളിയല്ലാഹു അൻഹ ദുഹാ നമസ്കരിക്കുന്നതാണ്. ആ ഒരു രാവിലത്തെ ആ ഒരു ടൈമാണല്ലോ വരുന്നത്. അപ്പൊ ദുഹാ നമസ്കരിക്കുന്നതാണ്.
അവൻ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഒരു 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുന്നതാണ്. പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തു, കുറെ കാത്തുനിന്നു. എന്നിട്ടൊന്നും ഇത് തീരുന്നില്ല. ലാസ്റ്റ് വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, എന്തേ പുറത്ത് നിന്നേ? കാരണം ആയിഷ റളിയല്ലാഹുവിനെ കാണാൻ വന്ന. ഓ, ആയിഷ റളിയല്ലാഹു ദുഹാ ടൈമാണ്, നീ എനിക്ക് ചെയ്യാനുള്ള പണിയെല്ലാം ചെയ്തിട്ട് വാ, തിരിച്ചു വരുമ്പോഴത്തേക്കെങ്കിലും ആയിഷ റളിയല്ലാഹു നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം. ആലോചിച്ചൊക്കെ ജസ്റ്റ് ദുഹാ നമസ്കാരമായിരുന്നു. എത്ര നേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറ്റുമോ? പറ്റായിട്ടല്ല, നമ്മൾ ട്രൈ ചെയ്യായിട്ടാ. നമുക്ക് പക്ഷെ കല്യാണ വീട്ടിലെ ആ ഇത്രയും വലിയ ബൊഫയിലെ ക്യൂല് നിൽക്കാൻ ഭയങ്കര ഉഷാറാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ക്ഷമയോട് നിൽക്കും ആ ഭക്ഷണം കിട്ടാൻ വേണ്ടിട്ട്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരു കുറച്ചു നേരം നിൽക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലാക്കിയാൽ മതി ഞാൻ എന്റെ റബ്ബിനെ എവിടെയാണ് കാണുന്നതെന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചോക്കുക, എന്റെ നിസ്കാരം എത്ര സമയം വരെയാണ്, എന്റെ ദുആ എത്ര സമയം വരെയാണ്, എന്റെ ഖുർആൻ ഓതൽ എത്ര സമയം വരെയാണ്, ഞാൻ കിച്ചണിൽ എത്ര സമയം വരെ നിൽക്കുന്നുണ്ട്, ഞാൻ വാട്സപ്പിൽ എത്ര സമയം വരെ നിൽക്കുന്നുണ്ട്. ഭയങ്കര വിഷമമുള്ള കാര്യം ഇത്. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഒരാള് കിച്ചണിൽ വെറുതെ ബോറടിക്കുമ്പോൾ പോയിട്ട് എന്താക്കും, കുക്കിംഗ് ചെയ്യും. പണിയൊന്നും ഇല്ല, എന്നാ പിന്നെ കുക്ക് ചെയ്യാന്ന് പറയും. ഈ അല്ലാഹ്, എന്താ പണിയില്ല എന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ നമ്മളെ ഭൂമിയിൽ ഇറക്കി അങ്ങനെ ഇബാദത്ത് ആ ഒരു ഫ്രീ ടൈം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്താണ്. ആ നിഅമത്ത് അള്ളാഹുമായിട്ട് അടുക്കാൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കിച്ചണ് പണിയെടുക്കുന്നത് തെറ്റെന്നല്ല പറയാം, അത് ഒരു ഇബാദത്ത് തന്നെയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ, അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതാണെങ്കിൽ, അള്ളാഹ്ക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണെങ്കിൽ അതൊക്കെ ഇബാദത്താണ്. നമ്മൾ ഉള്ളിൽ ചെയ്യുന്നതായിക്കോട്ടെ പുറമേ ചെയ്യുന്നതായിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ എല്ലാത്തിനും ഒരു മേലുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ ദുനിയാവിന്റെ കാര്യം പഠിക്കുന്നുണ്ട്, അത് പഠിക്കാതിരിക്കാൻ പാടില്ലല്ലോ, നമ്മൾ പഠിക്കണം. പക്ഷെ നമ്മൾ ഖുർആൻ പഠിക്കുന്നത് അതിന്റെ ഒരു ലെവൽ മേലെയാണ് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ പണിയെടുക്കണം, അതൊരു ഇബാദത്താണ്. പക്ഷെ ലെവൽ മേലുള്ള ഇബാദത്ത് എന്താണ്? വെറുതെ ഇരിക്കുമ്പോൾ പിന്നെയും പോയിട്ട് കുക്ക് ചെയ്യാന്നുള്ളതല്ല. ആ സമയത്ത് ഞാൻ അള്ളാന്റെ വാക്കുമായിട്ട് കുറച്ചും കൂടി ഒന്ന് അടുക്കട്ടെ, ഞാൻ എന്റെ റബ്ബ് ആരാന്ന് കുറച്ചും കൂടി ഒന്ന് അറിയട്ടെ, ഞാൻ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ ഞാൻ കുറെ നേരം ഒന്ന് നിന്നോട്ടെ. ജസ്റ്റ് ഒരു കുഞ്ഞ് എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞുതരാം. നിങ്ങളിപ്പം അടുക്കളയിൽ കിച്ചണിൽ പണിയെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ഫുഡൊക്കെ ആക്കി കഴിഞ്ഞു, ഇനി പാത്രം കഴുകലാണ്. ആ ഒരു ബേസിൽ ഫുള്ള് പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഈ പാത്രം കൂടി കൈ കഴിയട്ടെ എന്നിട്ട് നിസ്കരിക്കാം. അങ്ങനല്ല നിങ്ങൾ പറയുന്നത്. നമ്മളെന്താ പറയുന്നത്? എനിക്ക് അള്ളാനേക്കാളും വലുത് പാത്രമാണ്, എനിക്ക് ഈ പ്ലേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതുകൊണ്ട് ഞാൻ ആദ്യം എന്റെ പ്ലേറ്റ് കഴുകും എന്നിട്ടേ ഞാൻ നിസ്കരിക്കാൻ പോകും. അല്ലെങ്കിൽ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് പോവാന്ന് പറയും. എനിക്ക് അള്ള വിളിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അത് പിന്നെയും നമസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ടും ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ഇല്ല, എനിക്ക് അള്ള വിളിക്കുന്നതാണ്, നീ വിജയത്തിലേക്ക് വാ എന്ന് പറയുമ്പോൾ എനിക്ക് ആ വിജയം ഒന്നും വേണ്ട, ഞാൻ ആദ്യം എന്റെ പ്ലേറ്റ് കഴിക്കട്ടെ, ഞാൻ ആദ്യം എന്റെ ഈ അടിച്ചു വാരി കഴിയട്ടെ, എന്നിട്ട് മതി എനിക്ക് എന്റെ വിജയമുള്ളൂ. അല്ലാഹ്, നമ്മൾ സ്വയം നമ്മളെ ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ചിന്തിച്ചു നോക്കുക, ഞാനും ആയിഷ റളിയല്ലാഹു അൻഹ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. നമ്മുടെ ടീച്ചർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺകുട്ടി, ഒരു 17 വയസ്സുള്ള കുട്ടി, ടീച്ചർ നെട്ടിപ്പോയിന്നാ പറഞ്ഞത്. ഒരു 17 ജസ്റ്റ് 1 മിനിറ്റ്, ഒരു 17 വയസ്സുള്ള കുട്ടി വന്നിട്ട് പറഞ്ഞതാണ്, ഞാൻ തീരുമാനിച്ചു. ആലോചിക്കണേ, 17 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഞാൻ തീരുമാനിച്ചു, ഞാനൊരു ഡെസിഷൻ എടുത്തു, ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞാൻ ഡെസിഷൻ എടുത്തു. അപ്പൊ ടീച്ചറെ പറഞ്ഞത്, ഇങ്ങനൊക്കെ ആരെങ്കിലും ഡെസിഷൻ എടുക്കും? നമ്മളെങ്ങനെ ഡെസിഷൻ എടുക്കുക? ഏത് സ്കൂളിലേക്ക് പോകണം, ഏത് മെഡിക്കൽ കോളേജിലേക്ക് പോകണം, എനിക്ക് ഇനി എത്ര കുട്ടികളാവണം, ഇനി രാവിലത്തെ ഭക്ഷണം എന്താക്കണം, ഉച്ചക്കത്തെ ഭക്ഷണം എന്താക്കണം. ഈ 17 വയസ്സുള്ള കുട്ടി എടുത്തത്, ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞാൻ തീരുമാനിച്ചു, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്തായിരിക്കും ആ കുട്ടിക്ക് ഈ ഒരു ഡെസിഷൻ എടുക്കാൻ തോന്നിയ കാരണം ആ കുട്ടിക്ക് മനസ്സിലായി ആ റബ്ബ് ആരാന്നുള്ളത്. എന്റെ ലൈഫിൽ എല്ലാത്തിനേക്കാളും മേലെ എന്റെ റബ്ബാന്നുള്ളത് മനസ്സിലായി. നമ്മൾ എത്ര ആൾക്കാർ ഗോളായിരിക്കും, സ്വർഗ്ഗമാണ് എന്റെ ലക്ഷ്യം, വേറെ ഒന്നും ഇല്ലാന്ന് നമ്മൾ എത്ര ആൾക്കാർ പറയും. നമ്മൾ പറയാം, വായ കൊണ്ട് പറയും, നമ്മൾ എനിക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗ്ഗമാണ്, അള്ളാനെ കാണണം, അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറയും. വായ കൊണ്ട് മാത്രമാണ് നമ്മളത് പറയുന്നത്, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഗാഫിറിൽ പറയുന്നുണ്ട്, ആരാണ് അമല സ്വാലിഹ് മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വയർസുഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. ആരെങ്കിലും നല്ലത് പ്രവർത്തിച്ചോ, ഓക്കെ, ആദ്യം വിശ്വസിക്കണം, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. അപ്പം ഓപ്പൺ ചാലഞ്ച് ആണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യുകയും ആരാണോ വിശ്വസിക്കുന്നത്, വായ കൊണ്ടുള്ള ഒരു വിശ്വാസമല്ലേ ഇവിടെ പറയുന്നത്. അതായത് യാ അല്ലാഹ്, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടുണ്ട്,
അങ്ങനെ പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളെ മകന്റെയോ മകളുടെയോ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നു, യാ റബ്ബേ എന്റെ മോക്ക് നല്ല ഒരു വ്യാപിളിനെ കിട്ടണേ, യാ റബ്ബേ എന്റെ മോനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടണേ. അങ്ങനെ നല്ലോണം കരഞ്ഞ് ദുആ ചെയ്ത് നല്ല പെണ്ണ്, നല്ല എന്റെ വീടുമായിട്ട് ഒന്നിച്ചിട്ട് പോകാൻ പറ്റുന്ന നല്ല ഒരു വ്യാപിളയോ പെണ്ണോ ഇങ്ങനെ കിട്ടണം ഇങ്ങനെ ദുആ ചെയ്യും. നിങ്ങൾ ഭയങ്കരമായിട്ട് നിസ്കരിച്ച് വാങ്ങി അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതന്നെ തന്നു, നല്ലൊരു വ്യാപിളിനെ തന്നു നിങ്ങൾക്ക് നിങ്ങളെ മോക്ക്. ഫസ്റ്റ് തിങ് നിങ്ങൾ എന്താ ചെയ്യുക? നമ്മളെന്താ ചെയ്യാ? ഫസ്റ്റ് തിങ് കല്യാണം എല്ലാം ആയി. അപ്പൊ ഫസ്റ്റ് തിങ് എന്താ ചെയ്യാ? ആ കല്യാണം നമ്മൾ എങ്ങനെ നടത്തുക? അള്ളാഹ്ക്ക് എന്തൊക്കെയാണോ ഇഷ്ടമില്ലാത്തത് അതൊക്കെ ആ കല്യാണത്തിലുണ്ടാവും. മ്യൂസിക് ഉണ്ടാവും, ആണും പെണ്ണും തമ്മിലുള്ള മിക്സ്ഡ് ഉണ്ടാവും, പെണ്ണിനെ സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടാവും, ഫാഷനിലുണ്ടാവും, മേക്കപ്പ് ഉണ്ടാവും. അള്ളാഹ് എന്തൊക്കെയാണോ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ആ കല്യാണത്തിലുണ്ടാവും. എന്നിട്ട് നമ്മൾ പറയും, നീ അള്ളാഹ് എനിക്ക് നിന്നെ വിശ്വാസം, ഞാൻ നിന്നെ വിശ്വസിച്ചു, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എനിക്ക് സ്വർഗം തരണേ. എന്ത് കാപട്യാ നോക്കി, എത്ര കാപട്യാ നമ്മളെ മനസ്സിലുള്ളത്. സൂറത്ത് ഫാത്തിഹയിൽ നമ്മൾ എന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു എന്നാ പറയുന്നത്. യാ റബ്ബേ ഞാൻ നിന്റെ അടിമയായി, ഞാൻ തീരുമാനിച്ചു, ഞാൻ ചൂസ് ചെയ്തു, ഞാൻ നിന്റെ അടിമയാൻ ചൂസ് ചെയ്തു. അതായത് അത്രയും നേരം വേണമെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ടാവും, എന്നിട്ട് നമ്മൾ സിനിമ പോസ് ചെയ്യും, എന്നിട്ട് ബാങ്ക് കൊടുത്തിട്ട് പോയി നിസ്കരിക്കും, എന്നിട്ട് സിനിമ പോസ് ചെയ്തിട്ടാണ് വന്നിട്ട് നിസ്കരിക്കുന്നത്. എന്നിട്ട് പറയും ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്റെ അടിമയായി റബ്ബേ എനിക്ക് നിന്റെ ഹെൽപ്പ് തരണേ. എന്നിട്ട് പിന്നെയും പോയിട്ട് ആ സിനിമ കാണും. ആരെയാ കളയാക്കുന്നത്? അപ്പം നമ്മൾ അങ്ങനെ കാരണം ദുആരുന്ന എന്റെ മോളെ കല്യാണം നടക്കാൻ വേണ്ടി നല്ലൊരു ചെക്കനെ കിട്ടണമെങ്കിൽ ദുആ ചെയ്തിട്ട് ആ കല്യാണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തൊക്കെയാണോ ഇഷ്ടമില്ലാത്തത് അതൊക്കെ ആ കല്യാണത്തിന് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ പറയും എനിക്ക് ബെസ്റ്റ് ആവണം എന്നുള്ളത്, എനിക്ക് ബെസ്റ്റ്, എനിക്ക് ആയിഷ റളിയല്ലാഹു പോലാണെന്നുള്ളത്. ശരിക്കും മനസ്സിലാക്കിക്കോ, മനസ്സിൽ കൊത്തിയിട്ട പോലെ എഴുതിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുള്ളത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അത് സ്വർഗ്ഗമാണ്. അത് കിട്ടണമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. സ്വർഗം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ബെസ്റ്റ് ആയേ മതിയാവും. നമ്മളെ ടീച്ചർ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഒരു ഫ്രണ്ടിന്റെ മോളെ കല്യാണമാണ്, ശരിക്കും നടന്നതാണ്. ഫ്രണ്ടിന്റെ മോളെ കല്യാണമാണ്. ആ കല്യാണത്തിന്റെ അന്ന് ഈ മകൾക്ക് ഭയങ്കര ആഗ്രഹം, അതായത് ഇപ്പത്തെ ട്രെൻഡില്ലേ ഈ പെണ്ണിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വരിക, ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു നെറ്റിലിട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വരിക, എന്നിട്ട് സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറുക, എന്നിട്ട് ഈ മറ്റേ ഈ കല്യാണം കഴിക്കുന്ന ചെക്കൻ ഇങ്ങനെ പൊന്തിക്കുക, അങ്ങനത്തെ ട്രെൻഡില്ലേ, എല്ലാവർക്കും അറിയില്ലേ? കണ്ടിട്ടുണ്ടാവൂലേ എല്ലാവർക്കും? കണ്ടിട്ടുണ്ടാവൂലേ? ട്രെൻഡ് ഇത് ഇങ്ങനെ വരിക, എല്ലാവരും മുമ്പിൽ ഇങ്ങനെ പെണ്ണിങ്ങനെ നടന്ന് വരിക, ആണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളുണ്ടാവും എല്ലാവരും ഉണ്ടാവും, എല്ലാവരും മുമ്പിൽ ഇങ്ങനെ നടന്ന് സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറുന്നു. ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, സുബ്ഹാനല്ലാഹ്. ഈ ഉമ്മ പറഞ്ഞു നിനക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, കാരണം നീ ഒരു പ്രായപൂർത്തിയായി, എനിക്ക് ഇനി ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നീ ചെറിയ പ്രായത്തിലാകുമ്പോൾ എനിക്ക് ഫോഴ്സ് ചെയ്യാം പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നീ അള്ളാഹായിട്ടുള്ള ആ ഒരു ഇതുണ്ട്, അള്ളാഹ് നിന്നെ ജഡ്ജ് ചെയ്യാം, എനിക്ക് നിന്നെ ഒന്നും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. പക്ഷെ നീ ഇങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ, ഒരു ഉമ്മയാണേ പറയുന്നത്, സ്വന്തം മോളെ കല്യാണത്തിന് ഉമ്മയാ പറയുന്നത്, ഇങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് വരുന്നില്ല, ഞാനില്ല ഈ കല്യാണത്തിന്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാനില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു സദസ്സിൽ ഞാനില്ല. ഇത് വിചാരിക്കണ്ട സഹാബാക്കളാ പറഞ്ഞേന്ന്. ഇവിടെ നമ്മളെ നാട്ടിൽ നടന്നതാണ്. എത്ര ആൾക്ക് പറയാൻ പറ്റും അങ്ങനെ? കാരണം ആ ഒരു സ്ത്രീ എന്താ കണ്ടത്? എല്ലാത്തിനേക്കാളും ആ മകളെക്കാളും റബ്ബിനെയായിരുന്നു മേലെ കണ്ടത്. കാരണം ആ സമയത്ത് മകള് തീരുമാനിച്ചില്ല, ഉമ്മ ഇല്ലാണ്ട് എത്ര ആയാലും കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ. ഇല്ല ഉമ്മ, എന്നാ പിന്നെ ഞാന് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ കല്യാണം നടന്നു. സെയിം ഒന്നും കണ്ട, ഞാൻ എന്റെ കണ്ണോട് ഞാൻ അറ്റൻഡ് ചെയ്തൊരു കല്യാണമുണ്ട്. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കല്യാണം എന്റെ ഈ നാട്ടില്. എന്റെ മോളെ ഫ്രണ്ടിന്റെ ബ്രദറിന്റെ, ഓക്കെ, ആ ഒരു ചെക്കൻ എന്ന് പറയുന്നത് ഭയങ്കര ദീനാണ്, ഭയങ്കര സുബ്ഹാനല്ലാഹ് മാഷാഅല്ലാഹ്. അപ്പം അവന് പറഞ്ഞതാണ് എന്റെ കല്യാണം ഇങ്ങനെ ഉണ്ടായാൽ മതി, ഒരു ദിവസത്തെ കല്യാണം. എന്നിട്ട് നമ്മൾ പോയി, അന്നേ ദിവസം പോയി, ഞാനിങ്ങനെ നോക്കുന്നു, അന്നേ ദിവസമാണ് നിക്കാഹ്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു നിക്കാഹ് കഴിഞ്ഞ? അപ്പൊ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈഡില് സ്റ്റേജില്ല, ഒന്നുമില്ല, സ്റ്റേജില്ല, കാര്യങ്ങളിലൊന്നുമില്ല. വീട്ടിന്റെ മുറ്റത്ത് ഒരു കുറച്ച് ചെയർ ഇട്ടിട്ടുണ്ട്, മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിട്ടുണ്ട്. ഒരു മൂലക്ക് ഒരു സൈഡിൽ പോയിട്ട് ഈ പെണ്ണിന്റെ ഉപ്പയും ഈ ചെക്കനും തമ്മിൽ നിക്കാഹ് തീർന്നു. വീട്ടില് കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, നല്ല ഒരു കല്യാണം. വേറെ ഒന്നും ഒരു സംഭവമില്ല. ആ ഒരു ചെക്കൻ പറഞ്ഞതാണ് എന്റെ കല്യാണം ഇങ്ങനെ മതി, റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു സംഭവം എന്റെ കല്യാണത്തിന് ഉണ്ടാകാൻ പാടില്ല. എന്റെ കല്യാണത്തിന് നമ്മൾ പറയൂല, എന്റെ കല്യാണത്തിന് എല്ലാവരും വരണം, ഓരോ വിളിക്കണം, അപ്പുറത്തേക്ക് വിളിക്കണം, ഇപ്പുറത്തേക്ക് വിളിക്കണം. ജസ്റ്റ് ചിന്തിക്കലുണ്ട എന്റെ കല്യാണത്തിന് മലായിക്കൾ ഉണ്ടാവും എന്നുള്ളത്, എന്റെ മോളെ കല്യാണത്തിന് മലായിക്കൾ വരുമെന്നുള്ളത്. എത്ര ആൾക്കാർ ചിന്തിക്കും റഹ്മത്തിന്റെ മലക്കുകൾ എന്റെ മോളെ കല്യാണത്തിന് വരണം എന്നുള്ളത്? ഇല്ല. നമ്മളെന്താ ചിന്തിക്കുക? ഓറ് വരണം, അപ്പുറത്തോറ് വരണം, ഇപ്പുറത്തോറ് വരണം.
തീരുമാനിച്ചോ, എന്റെ ലൈഫിൽ മുമ്പില് ഫസ്റ്റ് എന്റെ റബ്ബാണ്. എന്റെ മക്കളല്ല, എന്റെ ഹസ്ബൻഡ് അല്ല, ഒന്നുമല്ല. റബ്ബിനെ മുന്നിൽ കണ്ടാല് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഭർത്താവിന് കൊടുക്കേണ്ട ഹക്കായിക്കോട്ടെ, മക്കൾക്ക് കൊടുക്കേണ്ട ഹക്കായിക്കോട്ടെ നമ്മൾ കൊടുക്കും. കാരണം അള്ള പറഞ്ഞതാണത്. പക്ഷെ ഫസ്റ്റ് നമ്മൾ എന്ത് കാണും? എന്റെ റബ്ബിനെ മുന്നിൽ കാണണം. ബെസ്റ്റ് പീപ്പിൾ, നല്ല ആൾക്കാർ ഫുൾ ടൈം ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുന്നത്. ഞങ്ങൾക്ക് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമുള്ളാൻ അറിയുമെന്നറിയില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമുള്ള എന്ന് പറഞ്ഞാല് ഓരോരുത്തർ 2 ഫോൺ ഉണ്ടാവും എന്നാ പറയാം. അതായത് ഈ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഒരു ഫോൺ ഉണ്ടാവും, ഇപ്പുറത്തെ ഒരു ഫോൺ ഉണ്ടാവും. ഒരു ഫോണ് അവരുടെ ആ ഒരു ഇമാമിന്റെ അസിസ്റ്റന്റ് ആണ് എടുക്കുക. 2 ഫോൺ ഒന്നിച്ചിട്ട് വന്നില്ലെങ്കിൽ അപ്പം ഈ ഫോൺ എടുത്തിട്ട് ഒരു ഫോൺ എടുത്തിട്ട് ഈ ഷെയ്ഖ് എന്താക്കും, ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് ഫോൺ വേറൊരാൾ കോളിലുണ്ടാവും. പക്ഷെ ആ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് തിരിച്ച് ഇപ്പുറത്തേക്ക് കോളിലേക്ക് പോകുന്ന ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഈ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമുള്ള പറയും അൽഹംദുലില്ലാ. ആ ഒരു കുഞ്ഞ മൊമെന്റ് അത് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് കോൾ എടുക്കാന്നാ പറയുന്നത്. നമുക്കെല്ലാം എത്ര അങ്ങനെ ചെയ്യാൻ പറ്റും? പണ്ടത്തെ സലഫുകൾ എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ഇങ്ങനെ നനച്ചോണ്ട് നിന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉത്തരം പറയാമെങ്കിൽ ദിക്റ പുറത്തേക്ക് വരാന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ തുണി ഇങ്ങനെ കടിച്ചു പിടിക്കും ഡ്രസ്സിന്റെ അവിടെ. എന്നിട്ട് നാവ് ഒന്ന് അടങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുമെന്നാ പറയുന്നത്. നമുക്ക് എത്ര അങ്ങനെ ട്രൈ എങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ബെസ്റ്റ് ആവണം. പക്ഷെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെയുള്ളേ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്ക്. നമ്മൾ എവിടെയുള്ള, നമ്മൾ വേറൊരാളെയും ബ്ലെയിം ചെയ്യണ്ടേ? നമ്മൾ ഓളങ്ങനെയുണ്ട്, എന്റെ ഫാമിലി ഇങ്ങനെയുണ്ട്, ഒന്നും പറയണ്ട. നമ്മൾ നമ്മളെ തന്നോടൊന്നും ചോദിച്ചു നോക്കും, നമ്മൾ എവിടെയുള്ളത്? അറ്റ് ലാസ്റ്റ് നമ്മൾ എവിടത്തേക്കാ പോകേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് അവിടെ എത്തിയാലേ സൂറത്ത് ഇബ്രാഹിമിലെ സുബ്ഹാനല്ലാഹ് ഈ ഒരു ആയത്ത് ശൈത്താൻ നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താ? അള്ളാഹ് നിങ്ങളോട് പറഞ്ഞതായിരുന്നു സത്യം. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തുമല്ലോ നമ്മള്. അള്ളാഹ് നിങ്ങളോട് പറഞ്ഞതാണ് സത്യം. നിങ്ങളോട് ഞാനും കുറച്ച് കാര്യം പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ മേലെ ഒരു പവർ ഉണ്ടായില്ല. ഞാൻ നിങ്ങളെ ഒരു കാര്യം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ അതിന് ഉത്തരം നൽകി? നിങ്ങളല്ലേ വന്നിട്ട് ചെയ്തേ. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണം. ശൈത്താൻ പറയുന്നതാണ് ഇത് ശരിക്കും വരാൻ പോകുന്നതാണ്. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കോ. എനിക്ക് നിങ്ങളുടെ മേലെ കയറിയിട്ട് അത് ചെയ്യിപ്പിക്കാനൊന്നാവൂല. നിങ്ങൾ എങ്ങനെയാ ചെയ്ത്? ഞാൻ ജസ്റ്റ് നിങ്ങളെ വിളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ എന്റെ വിളിക്കുത്തരം നൽകി? അതായത് ഞാൻ നിങ്ങളോട് ഇപ്പൊ നിസ്കരിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്ത് പറഞ്ഞു? എന്നാ പിന്നെ കുറച്ച് നിസ്കരിക്കാം. ശൈത്താൻ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ കേട്ടു. പിന്നെ ശൈത്താൻ നമുക്ക് കുറച്ചു നേരം കൂടി ഗൂഗിൾ ഇൻസ്റ്റയിലും വാട്സപ്പിലും കുറച്ചും കൂടി എന്തെല്ലാം ഫോർവേഡ് മെസ്സേജുള്ള എന്തൊക്കെയാണ് വീഡിയോ ലൈക്കിന് അതെല്ലാം ഒന്ന് നോക്കുക. ശൈത്താൻ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. ചിലപ്പം പറയും ഇന്ന് തട്ടിടണ്ട, ഇന്നൊരു ടെസ്റ്റ് ചെയ്യില്ല, ഈ മോഡലിൽ തട്ടിട, ഇങ്ങനെ ആക്കി തട്ടിട. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ അങ്ങനെ ഇടാം. ശൈത്താൻ പറഞ്ഞു നിസ്കരിക്കേണ്ട ടൈമായി, പക്ഷെ നമുക്ക് പാത്രത്തിൽ കഴുകി കഴിഞ്ഞിട്ട് പോവാ. അതെന്ത് ഇത്ര ഇനി ടൈമില്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട്? അത് നമ്മൾ പറഞ്ഞു ഓക്കെ. ശൈത്താൻ പറയുന്നതാണ് എനിക്ക് ഒരു കൺട്രോളും ഇല്ല, ഞാൻ മ്യൂസിക് കേൾക്കാന്ന് പറഞ്ഞപ്പം നിങ്ങളെന്താ പറഞ്ഞ? ഓക്കെ കേൾക്കാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് എന്നെ ബ്ലെയിം ചെയ്യേണ്ട, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. എന്നെ കുറ്റപ്പെടുത്തുന്നു വേണ്ട, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റൂല. ആലോചിച്ച് നോക്കിക്കോ, നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു ദിവസത്തിനെ പറ്റി ആലോചിച്ച് നോക്കിക്കോ. ശരിക്കും ആലോചിച്ചു. നമുക്ക് വേണം ഈ ഒരു സംഭവം, ഈ ശൈത്താനുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ നമുക്ക് വേണം. സിഫത്തു സഫ് എന്ന് പറഞ്ഞ ഒരു ബുക്കില് ഒരു സ്ത്രീ പറയുന്നതാണ്, ഒരു ലേഡി പറയുന്നതാണ്, പേരൊന്നും ഓർമ്മയില്ല. അതിന് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല, നമ്മളിൽ ഏതിലാ നിൽക്കുന്നേ? ഞാൻ ഭയങ്കര സർപ്രൈസ് ആണ്, അതിശയപ്പെട്ടിട്ട് ഞാൻ നോക്കും എങ്ങനെയാ ഒരു കണ്ണിന് ഉറങ്ങാൻ പറ്റുക. ആ ഒരു വ്യക്തിക്ക് അറിയാം ഇനി വരുന്നത് എനിക്ക് ഖബറിൽ ഒരു വലിയ ഉറക്ക് വരാനുള്ളതാണെന്നുള്ളത്. ആ വലിയ സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ പിന്നെ എങ്ങനെയാ എനിക്ക് ഇപ്പൊ ഇവിടെ ഉറങ്ങാൻ പറ്റുക? ഈ ഒരു സ്ത്രീന്റെ ഫോക്കസ് എവിടെയായിരുന്നു? ആഖിറത്തിൽ മാത്രമാണ്. അള്ളാനെ കണ്ടുമുട്ടുക എന്നുള്ള ഒരൊറ്റ ഫോക്കസ്. അപ്പൊ നമുക്ക് ബെസ്റ്റ് ആവണം. നമ്മുടെ ഫോക്കസ് എവിടെ മാത്രമായിരിക്കണം? നമ്മുടെ ലൈഫിൽ ആഖിറത്തിൽ മാത്രമായിരിക്കണം. അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ എന്ത് കാര്യം ചെയ്തോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾ പറയുന്നതായിക്കോട്ടെ, ചെയ്യുന്നതായിക്കോട്ടെ, പറയാത്തതായിക്കോട്ടെ, ചെയ്യാത്തതായിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ വെക്കുക. ഈ സർക്കിളിലൂടെ പാസ് ചെയ്യണം. ഇതെന്റെ റബ്ബിന് ഇഷ്ടമുള്ളതാണ്, ഇതെന്റെ റബ്ബിന് തൃപ്തിപ്പെടുന്നതാണ്, ഇത് റബ്ബിന് ഇഷ്ടമില്ലാത്തതാണ്. എന്നിട്ട് മാത്രം ഈ സർക്കിളിലൂടെ ആ ഒരു സംഭവത്തിനെ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുക. ഇനി അങ്ങനെയല്ല, ഇതെന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ഇത് ചെയ്യാൻ പറ്റൂല എന്നാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ ആയിനെങ്കിൽ നമ്മൾ ആരായി? ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ. അങ്ങനെ ആണെങ്കിൽ നമ്മളെ വായിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും വരുമ്പം നമ്മളും പറയും സബറുൻ ജമീലുൻ വല്ലാഹു മുസ്തആൻ അലാ മാ തസിഫൂൻ. ഇത് നമ്മളും പറയുന്നത്.
ഒരു 2 സെക്കൻഡ് തരും. 1 മിനിറ്റ്. ഓക്കെ, സോറി, മോക്ക് ബാത്റൂം പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളും ആ ഒരു രീതിയിൽ കണ്ടില്ലെങ്കിൽ ആ ഒരു സർക്കിളിലൂടെ നമ്മളിനി എന്ത് ചെയ്യുന്നെങ്കിലും ഒരു സർക്കിൾ വെക്കുക, എന്നിട്ട് അതിലൂടെ പാസ് ചെയ്ത് നോക്കുക. ഇത് അള്ളാഹ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അള്ളാഹ് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അത് ഇപ്പോൾ ലോകത്തുള്ള ആർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ശരി, ആർക്ക് ഇഷ്ടമില്ലെങ്കിലും ശരി, ഞാൻ ചെയ്യൂല, ഉറപ്പായിട്ടും ചെയ്യൂല എന്ന് ഈ ഒരു നിയത്ത് വെച്ചാൽ നമ്മൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ആവാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ മറിയം അലൈഹിസ്സലാം സൂറത്ത് ഖുർആനിൽ എന്താ പറയുന്നത്? സൂറത്ത് മറിയമിൽ ഞാൻ നിന്നെ ചൂസ് ചെയ്തു എന്നാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്തു എന്നാ പറയുന്നത്. അതെങ്ങനെയാ ചൂസ് ചെയ്യുക? വെറുതെ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്യൂല. ആയിഷ റളിയല്ലാഹു അൻഹയെ എന്തിനാണ് ഈ ഒരു പ്രശ്നം കൊണ്ട് ചൂസ് ചെയ്തത്? വേറെ എത്ര ഭാര്യമാരുണ്ട്, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമല്ല ചൂസ് ചെയ്തത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങനെയായിരുന്നു. അള്ളാഹിന്റെ ടെസ്റ്റ് വന്നു. മറിയം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്ഷൻ അങ്ങനെയായിരുന്നു. അള്ളാഹിന്റെ ടെസ്റ്റ് വരും. അപ്പൊ നമ്മൾ എത്ര അള്ളാഹുമായിട്ട് അടുക്കാൻ നോക്കുന്നോ ടെസ്റ്റ് ഉറപ്പായിട്ടും വരും. കാരണം അതിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അള്ളാഹ് അറിയണം എത്രത്തോളം ഈ പറയുന്നത് സത്യമാണെന്നുള്ളത്, വെറുതെ വായ കൊണ്ടുള്ള വാക്കാണെന്നുള്ളത്. അപ്പം എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ആവണം. പക്ഷെ എനിക്ക് 2 മണിക്ക് 3 മണിക്ക് എണീച്ചിട്ട് നിസ്കരിക്കാനൊന്നും പറ്റില്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അള്ളാന്റെ മുന്നിൽ നിൽക്കാനോ ഖിയാമുൽ ചെയ്യാനൊന്നും എനിക്ക് പറ്റൂല. പക്ഷെ എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ആവണം. പക്ഷെ എനിക്ക് 3 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ എനിക്ക് എന്താക്കാൻ പറ്റും? വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് സർക്കിൾ വന്നിട്ട് ഫ്രണ്ട്സിന്റെ പേര് ഇരുന്നിട്ട് ഫുള്ള് കത്തിയടിക്കാൻ പറ്റും, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇനി ഒന്നും വേണ്ട, എനിക്ക് കല്യാണത്തിന് പോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ അങ്ങോട്ട് വന്ന് ചെക്കൻ ഇങ്ങോട്ടേക്ക് വരുന്ന, എന്നിട്ട് പെണ്ണിന്റെ വീട്ടിൽ ആണിന്റെ വീട്ടിൽ ആത്മപ്പൊട്ടടിക്കൽ ഇടുന്ന ചക്കാരും, അതിനൊക്കെ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അള്ളാന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അതെനിക്ക് കുറച്ച് ടഫാ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ജസ്റ്റ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, നമ്മൾ ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത്. ഞാൻ അധികം ആലോചിക്കും, ഈ കല്യാണ വീട്ടിലൊക്കെ പോയാല് അധികം കാണുന്ന ഒരു സംഭവമാണ്, ഈ ചെക്കൻ വരുന്ന സമയത്ത് ഈ മെയിൻ ആയിട്ട് ഈ ലേഡീസ് ആണ് ഓടുക. ഞാൻ പിള്ള കണ്ടില്ല മറ്റെങ്കിലും ഓടുന്നുണ്ടാവും. എന്തിനാ ഈ അന്യ പുരുഷനെ പോയിട്ട് നോക്കാൻ പോന്നേ? വെറുതെ ഇങ്ങനെ ഓടുന്നുണ്ടാവും. അവിടെ നോക്കിയിട്ട് എന്നിട്ട് ഇത്രയും തിരക്കിട്ട് ഓടുന്നത് ഈ രാത്രി ഖിയാമുൽ ലൈലിലേക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തെങ്കിലും. അല്ലാഹ്, ആലോചിച്ചോക്ക്, നമ്മളോട് തന്നെ ചോദിച്ചോക്ക്. ഞാൻ കണ്ണോട് കണ്ടതായിരുന്നു ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ ഈ ഫോട്ടോ എടുക്കലായിരുന്നു. ഈ പെണ്ണും ആണുമായിട്ട് ഒന്നിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുമല്ലോ, ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന അറിയാലോ. ആ സമയത്ത് ഈ പെണ്ണിന്റെ ഉമ്മ വേറൊരാള് നിസ്കരിക്കാൻ പോകുന്ന എനിക്ക് പറഞ്ഞാൽ ഇതെന്താ ഫോട്ടോ എടുക്കണ്ടേ? അപ്പൊ ഈ ആള് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കട്ടെ. നിസ്കാരം എന്താ ഇയാൾക്ക് ഇപ്പൊ ഫോട്ടോക്കാരൻ പോകും. അല്ലാഹ്, എന്താ പറയുന്നേ? എന്നിട്ട് അപ്പൊ മറ്റേയാളെന്താ പറയുന്നത്? ഇല്ല, ഞാൻ വേഗം നിസ്കരിക്കും. എന്നിട്ട് ഈ മറ്റേയാൾ പറഞ്ഞു എന്നാ പിന്നെ വേഗം നിസ്കരിച്ചില്ലെങ്കിൽ അവർ പോയി പോകും. ഇതിലൊക്കെ നമ്മൾ പെടുന്നുണ്ടോന്ന് ആലോചിക്കണം. നമ്മളെന്താ പറയുന്നത്? എനിക്ക് ഫോട്ടോക്കാരനാണ് ഏറ്റവും വലുത് അള്ളാഹിനെക്കാളും. ആലോചിച്ച് നോക്ക്. വേറെ ഇപ്പൊ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് പറഞ്ഞു, മറിയം അലൈഹിസ്സലാമിനെ പറ്റിയിട്ട്. അടുത്ത് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ ഒരു സഹാബി വനിതയും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട്, അതായത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ എല്ലാവരും കൂടിയിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ആ സമയത്ത് ഈ സഹാബി വനിത അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹുവിന് പ്രഗ്നന്റ് ആണ്, 9 months പ്രഗ്നന്റ് ആണ്, 9 മാസം പ്രഗ്നന്റ് ആണ്. പോണം എന്ന് ഒറ്റ നിർബന്ധം, എനിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൂടെ ഹജ്ജിന് പോകണം എന്ന് ഒറ്റ നിർബന്ധം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അങ്ങനെ എന്താക്കി, ഇവരിങ്ങനെ പോകുന്ന വഴിക്കുന്നാണ് 9ാം മാസം ഈ പ്രഗ്നന്റ് ആയവർ വേദന വന്നിട്ട് പ്രസവിക്കുന്നത്. ഈ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, അസ്മാ ബിൻത് ഉമൈസ് പ്രസവിച്ചു എന്ന് പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എണീച്ചിട്ട് കുളിക്കുക, എന്നിട്ട് തവാഫ് ചെയ്യണ്ട, ബാക്കിയെല്ലാം ചെയ്തു, എണീച്ചിട്ട് വരാൻ പറഞ്ഞു. ആലോചിക്കണേ, 9 മാസം പ്രഗ്നന്റ് ആയിട്ട് ഹജ്ജിന് പോവാ. ഇപ്പത്തെ കാലത്ത് ഹജ്ജിന് പോകുന്ന പോലെ ഫ്ലൈറ്റ് കയറിയിട്ട് പോക്കുക അല്ല. അവിടുന്ന് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ കുളിച്ചിട്ട് നടന്നു എന്ന് പറഞ്ഞു. നമുക്ക് പക്ഷെ എന്താ, കയ്യും കാല വേദന, എനിക്ക് എണീക്കാൻ പറ്റൂലേ? എനിക്ക് ആ സമയത്ത് എണീക്കാൻ പറ്റൂല. നമുക്ക് കഴിയൂല, നമുക്ക് ഒന്നിനും കഴിയൂല.
ഈവൻ ഒരു ട്രൈ വരെ ഇല്ല. എങ്ങനെ കഴിയൂലേ നമ്മളെങ്ങനെ അറിയാം അത് ട്രൈ ചെയ്യാതെ? അന്നല്ലേ എളുപ്പാക്കി തരുന്നത്. അധികം ആൾക്കാർ എന്നോടൊരു ചോദ്യം ചോദിച്ചത് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ടൈം കിട്ടുന്നതെന്നുള്ളത്. അത് ചെയ്യാനും ഇത് ചെയ്യാനും കിഡ്സ് 3 ചെറിയ കുട്ടികളുണ്ട്, ഒറ്റക്കാ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ടൈം കിട്ടുന്നതെന്നുള്ളത് ഒറ്റ വാക്കാണ്. ഈ സമയം ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ലൈഫ് കൊടുത്താല് അള്ളാഹ് തരൂലേ ആ സമയത്തിന് ബർക്കത്ത്? ഓക്കെ, നമുക്ക് ചിലപ്പോൾ വീട്ടിലെ വേറെ ആൾക്കാർ, ഇപ്പൊ എന്റെ ഉമ്മാക്ക് സുഖമില്ലാണ്ടാവും, എന്റെ ഉമ്മാനെ നോക്കേണ്ടി വരും. നമ്മൾ അധികം പറയുന്ന കാര്യം എനിക്ക് എന്റെ ഉമ്മാനെ നോക്കണം, എനിക്ക് മറ്റേതൊന്നും ചെയ്യാൻ കഴിയൂല, എനിക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഉമ്മാനെ 24 മണിക്കൂറും നോക്കണം, ഉമ്മാനെ നോക്കണം, അത് കറക്റ്റാണ്. പക്ഷെ അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം വേണ്ട, ഉമ്മാനെ നോക്കിക്കോ. പക്ഷെ ഒരു 2 മണിക്ക് എണീച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കാനാവൂല. ഈ ഉമ്മാനെ സുഖമില്ലാണ്ടാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തൂടെ ആ സമയത്ത്? കാരണം ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ആരാണ് എന്നെ വിളിക്കുന്നത്? ആരെന്നെ വിളിക്കുന്നത്? ഞാൻ തരാം. അതും 1 ആഗസ്റ്റിൽ വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത്രയും ക്ലോസ് ആയിട്ട്, ആരെന്നെ വിളിക്കുന്നത്? ഞാൻ തരാം. നമ്മളോ ആയിട്ടില്ല, എനിക്ക് കൂർക്കം വെച്ച് ഉറങ്ങും, എനിക്കത് മാത്രം മതി, എനിക്ക് പുതപ്പും വെച്ചിട്ട് മഴക്കാലം കൂടിയാണ് സെറ്റാക്കിയിട്ട് ഉറങ്ങുന്നത്. ചിന്തിച്ചോ നമ്മൾ ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത്. അതേപോലെ ഒരുപാട് സഹാബി വനിത ഉണ്ട്, ഉമ്മു ഹക്കീം ബിൻ ഹാരിസ്, ഫാത്തിമ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പഠിക്കണം നമ്മൾ, ഈ സഹാബി വനിതകളുടെ ഇതൊക്കെ പഠിക്കണം, എന്നാലേ നമുക്ക് ബെസ്റ്റ് ആവാൻ പറ്റൂ. അപ്പം ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഈ ദിവസം ഇപ്പൊ നിങ്ങളോട് ഈ പറഞ്ഞ കുറെ എക്സാമ്പിൾ പറഞ്ഞതല്ലേ. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ? ഇപ്പൊ കുറെ ഇത് കേട്ടു, ആയിഷ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് കേട്ടു, മറിയം അലൈഹി ഇസ്ലാമിനെ പറ്റിയിട്ട് കേട്ടു, അസ്മാ ബിൻ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് കേട്ടു. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ? നമ്മൾക്ക് അങ്ങനെ ആവാൻ പറ്റുമോ? യെസ്, നമ്മൾ എങ്ങനെ ആവാൻ പറ്റുമോ? ഈ റിസർച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതുപോലെ, മറിയം ഞാൻ നിന്നെ ചൂസ് ചെയ്തിരിക്കുന്നു, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ചൂസ് ചെയ്യോ? ലാസ്റ്റ് ഈ ഒരു ആയത്തും കൂടി പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതായത് ഞാനിപ്പം എന്നോട് തന്നെ പറയുന്ന ഒരു ഖുർആൻ ആയത്താണ്, സൂറത്ത് അൻകബൂത്തിലുണ്ട്. സൂറത്ത് അൻകബൂത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ എന്നോട് തന്നെ ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആരാണ് ജിഹാദിൽ പുറപ്പെടുന്നത്? ഇവിടെ ജിഹാദ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതല്ല, മലയാളം അർത്ഥം നോക്കുമ്പോൾ സമരം ഉണ്ടാവുക. പക്ഷെ ജിഹാദ് എന്ന് പറഞ്ഞാൽ ജഹദ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക, എഫേർട്ട് എടുക്കുക. ഇപ്പൊ നമുക്ക് എന്തായാലും യുദ്ധത്തിലൊന്നും പോകണ്ടല്ലോ, എഫേർട്ട് എടുക്കുക, സ്ട്രഗിൾ ചെയ്യാന്നാ പറയുന്നത്, കഷ്ടപ്പെടുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സീന അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആരാണോ കഷ്ടപ്പെടുന്നത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈഡ് ചെയ്യും എന്നാ പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറഞ്ഞു? നിങ്ങൾ കംഫർട്ട് ആയിട്ട് അവിടെ കടന്നു, ഒരു പ്രശ്നമില്ല, ഞാൻ നിങ്ങളെ നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നോക്കും, അല്ലാഹു റഹ്മാനാണ്. പക്ഷെ ഇവിടെ ഗൈഡ് ചെയ്യണമെങ്കിൽ, നമ്മളെ നേരായ മാർഗത്തിൽ നയിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ ഇറങ്ങുമ്പം കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അത് 101% ഉറപ്പാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്റെ ടീച്ചർ എടുക്കാം. എന്റെ ടീച്ചർ ഡോക്ടറാണ്. ചിലപ്പം ഒരു ദിവസം ഇതാണ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ചിലപ്പം ഒരു ദിവസം 26 പ്രസവം എടുത്ത് കഴിഞ്ഞിട്ടാണ് ക്ലാസ് എടുക്കാൻ വരിക. ഒരു ഉമ്മയാണ്, ഒരു ഭാര്യയാണ്, എല്ലാമാണ്. ആ സമയത്തൊക്കെ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കും പറ്റും, ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ പേടിക്കണ്ട. നമ്മൾ ഒന്ന് നിങ്ങളിപ്പോ ഈ നിൽക്കുന്ന ഒരു കംഫർട്ട് സോണില്ലേ, രാവിലെ എണീക്കുക, മെല്ലനെ എണീക്കുക, രാത്രി ഉറങ്ങുക, വല്ലയിക്കുക, ഇതാക്കുക, ഭക്ഷണം കഴിക്കുക, 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു സുബ് 4:30 ഒരു 4 മണിക്ക് എണീച്ചിട്ടെങ്കിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് കംഫർട്ട് സോണിന്ന് പുറത്തേക്ക് ഇരുന്ന് നിങ്ങൾ 4 മണിക്കാണ് എണീക്കല്, ഒന്ന് ബാക്കോട്ടെ കഴിക്കും, ഒരു 3 മണിക്ക് എണീക്കും. എന്നിട്ട് അള്ളാന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് നോക്കി ഒന്ന് ആലോചിക്കണം, ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ മതി. ആ കല്യാണ വീട്ടിൽ പോയിട്ട് ഈ ബൊഫന്റെ മുന്നിൽ പ്ലേറ്റും കൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ അള്ളാന്റെ മുന്നിൽ അതിൽ ഇരട്ടിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താവും? നമ്മൾ ആയിഷ റളിയല്ലാഹുവിനെ പോലെയാവും, മറിയം അലൈഹി ഇസ്ലാമിനെ പോലെയാവും. അങ്ങനെയാവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ലൈഫ് ഗൈഡ് ചെയ്യും, നമുക്ക് എല്ലാം എളുപ്പാക്കി തരും. നമുക്ക് നമ്മുടെ ഭർത്താവിന് കൊടുക്കേണ്ട ഹക്ക് ഉണ്ടാവുമല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കി തരും. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഹക്ക് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കേണ്ട ഹക്ക് ഉണ്ടാവുമല്ലോ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കി തരും. അള്ളാഹ് കൊടുക്കേണ്ട ആ ഒരു ഇഷ്ടം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞേ? ഞാനുമായിട്ട് ആർക്കെങ്കിലും ക്ലോസ് ആവണം, ഞാനുമായിട്ട് അള്ളായിട്ട് ക്ലോസ് ആണ്. അള്ളാഹ് പറയുന്ന വാക്കാണ്, ശ്രദ്ധിക്കുക, വെറുതെ ഇങ്ങനെ കേട്ട് പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറയുന്നതാണ്, എന്നോട് പറയുന്നതാണ്, എനിക്ക് ഞാനുമായിട്ട് ക്ലോസ് ആവണം. ഓക്കെ, ഞാൻ പറഞ്ഞ നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ നിർബന്ധ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, ഞാൻ അള്ളായിട്ട് ക്ലോസ് ആയി. നെക്സ്റ്റ് തൊട്ടിപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? എന്റെ ഇഷ്ടം വേണം, എന്നാലും ഞാൻ നിർബന്ധമാക്കാതെ നിങ്ങൾ കുറെ
സുന്നത്തുകളും കുറെ കാര്യങ്ങളും ചെയ്തിട്ട് എന്റെ അടുത്തേക്ക് അടുത്തോ, ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടം വേണോ, എക്സ്ട്രാ കൂട്ടുക. പക്ഷെ നമ്മളെന്താ, പോക്കറ്റിലാണ് എന്റെ സ്വർഗം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബാക്കി എത്ര കല്യാണം തരാനുണ്ട്, എത്ര ലേഡീസ് ട്രിപ്പ് അടിക്കാനുണ്ട്, എന്തെല്ലാം പരിപാടി ഉണ്ട്, നമുക്ക് അതൊന്നും ശരിയാവില്ല. ജസ്റ്റ് ആലോചിക്കുക, എനിക്ക് ആയിഷ റളിയല്ലാഹു പോലെ ആണോ, അള്ളാഹ് എന്നെ ചൂസ് ചെയ്യണോ, അള്ളാഹിനെ മേലക്കാണോ, എന്നാ ബെസ്റ്റ് ആവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് നമ്മളിൽ കാണണം. ഒന്നാമത്തെ കാര്യം, അള്ളാഹ് നമ്മളിൽ കാണും അത് എനിക്ക് വേണമെന്നുള്ളത്, എനിക്ക് ബെസ്റ്റ് ആവണമെന്നുള്ളൊരു നിയ്യത്ത് എന്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് അള്ളാഹ് നോക്കും. രണ്ടാമത്തെ കാര്യം, അതിനു വേണ്ടി പണിയെടുക്കാൻ റെഡി ആണോ നോക്കും. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ, എന്തും സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആണോ നോക്കും. ഞാൻ അധിക ക്ലാസ്സിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിങ്ങൾ എന്താ വിട്ടുകൊടുത്തത്? ഞാൻ അള്ളാഹ് ഇത് നിനക്ക് ഇഷ്ടമില്ലല്ലോ, ഞാൻ വിട്ടു, ഞാൻ ഇത് ചെയ്യുന്നേ ഇല്ല. എന്തൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. ചിലപ്പം അത് ഭയങ്കര ടഫായ ഒരു കാര്യമായിരിക്കും. നമ്മൾ ആ ഒരു ഫാമിലിയെ നമ്മൾ ഒറ്റക്ക് ഒരാളായിരിക്കാം, ബാക്കി എല്ലാവരും ആ കാര്യം ചെയ്യുന്നതായിരിക്കാം, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. പക്ഷെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അത് വിട്ടു. ഇനി ഒരു കുഞ്ഞ എക്സാമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളെ ടീച്ചർ, ഹസീന ടീച്ചർ, നിങ്ങളെ വീട്ടിൽ ഇപ്പം ഭയങ്കരമായിട്ട് ആരെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് സിനിമ കാണുന്ന വിചാരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മ്യൂസിക്കും ഇതെല്ലാം ഒറ്റപ്പാടലെന്ന്. പെട്ടെന്ന് ഒരു ദിവസം ഹസീന ടീച്ചർ നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ മ്യൂസിക് ഓഫാക്ക്, പാട്ട് ഓഫാക്ക്, സിനിമ ഓഫാക്ക് എന്ന് പറയും. അവിടെ മനസ്സിലാക്കിക്കോ, നമ്മൾ ആരെയാ മേലെ കണ്ടത്? ഈ ടീച്ചറാ, അള്ളാനെ നമ്മൾ സെറ്റ്. അപ്പൊ അത്രയും നേരം അള്ളാഹ്ക്ക് പ്രശ്നമില്ല, അള്ളാന്റെ മുന്നിൽ എനിക്ക് അതൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ എന്റെ ടീച്ചറുടെ മുന്നിൽ എനിക്ക് സെറ്റാവും. ആരെയാ നമ്മൾ? എന്താ നിങ്ങൾ ശരിക്കും നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കിയെങ്കിൽ, അതായത് എനിക്ക് ചെയ്യണം, ഞാൻ റെഡിയാണ്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാനും റെഡിയാണെന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടി, ഞാൻ വല്ലാഹി ഇട്ടിട്ട് പറയുന്നതാണ്, ഗ്യാരണ്ടിയാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വണ്ടേഴ്സ് കാണും. ഭയങ്കര മിറാക്കിൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് വേറെ തന്നെ സെറ്റ് ആവും എന്നാ പറയാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇപ്പം ഈ കഴിഞ്ഞ 3-4 നോമ്പുണ്ടല്ലോ, ഈ 4 നോമ്പിലും എനിക്ക് പ്രതീക്ഷിക്കാതെയാണ് 4 നേരം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് 4 നേരം ഭക്ഷണം വന്നുകൊണ്ടിരുന്നത്. എവിടെന്നെങ്കിലും ആയിട്ട് ബിരിയാണി, മന്തി, അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ റബ്ബേ ഇതെന്താ സംഭവം? അപ്പൊ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ തന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മിറാക്കിൾ കാണും. നിങ്ങൾക്ക് മിറാക്കിൾ കാണണം, മാജിക് കാണണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മേലേക്കിട്ട് കണ്ടോക്കിയാൽ മതി. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇപ്പൊ നമ്മളൊരു കംഫർട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് പുറത്തേക്ക് എന്നിട്ട് നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക. നമ്മളൊരു വേറെ തന്നെ ഒരാളാകുക. എപ്പോ ഉണ്ടാകുന്ന ആ ഒരാളാവാതെ വേറെ തന്നെ ഒരാളാകുക. ചിലപ്പം ചില ആൾക്കാർ നിങ്ങളെ കളയാക്കുമ്പോൾ ഓട് വലിയ മുത്തക്കീന്ന് വന്നിട്ടുണ്ട്, ഓട് വലിയ ദീൻ, നിങ്ങൾ മാത്രമേ ഭയങ്കര ദീനുള്ളൂ. കളയാക്കൊക്കെ കളയാക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഇസ്ലാം സ്ട്രെയിൻഡ് ആയിട്ടാ വന്നത് അല്ലെ. ഇനി ഇസ്ലാം വരുന്നതും സ്ട്രെയിൻഡ് ആയിട്ടായിരിക്കും. അപ്പം സന്തോഷ വാർത്ത ആർക്കുണ്ടെന്നാ പറയുന്നത്? ഈ സ്ട്രെയിൻഡ് ആയ ആൾക്കാർക്ക് സന്തോഷ വാർത്ത അറിയിച്ചോന്നാ പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൂബ അലൽ ഖുർബ എന്നാ പറഞ്ഞത്. ഈ ഒരു വാക്കുണ്ടല്ലോ, ഞാൻ അധികം എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, തൂബ അലൽ ഖുർബ, അതായത് സന്തോഷ വാർത്തകളിൽ സ്ട്രേഞ്ചേഴ്സിന്. അപ്പൊ നിങ്ങൾ ഒന്ന് ഡിഫറെന്റ് ആവാൻ നോക്കാം. എപ്പം ഞാൻ ഇപ്പം എവിടെയെങ്കിലും പോയെങ്കിൽ എല്ലാവരും ഒരാളെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു സദസ്സാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിയിക്കുക. എനിക്ക് ഡിഫറെന്റ് ആവണം, എനിക്ക് സ്ട്രെയിഞ്ച് ആവണം. കാരണം ഈ സ്ട്രെയിഞ്ച് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളൂ. ഇനി എല്ലാവരും പാട്ട് കേൾക്കുന്ന ഒരു കല്യാണം വിട്ടുപോയി എല്ലാവരും പാട്ട് കേൾക്കുന്ന സദസ്സ, ഇനിയിപ്പോ ആണും പെണ്ണും എല്ലാവരും ഒന്നിച്ചിട്ട് നിൽക്കുന്ന സദസ്സ, പെണ്ണിങ്ങനെ സ്റ്റേജിൽ കയറി കാണും പെണ്ണും സ്റ്റേജിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സദസ്സ, അവിടെ നിന്ന് മാറി നിൽക്കാം. എനിക്ക് എന്താവണം? തൂബാലോറുത, എനിക്ക് ആ സന്തോഷ വാർത്ത കിട്ടണം. എനിക്ക് ആ ഒരു സ്ട്രെയിഞ്ചർ ഞാനാണ്, എനിക്കാവണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു സന്തോഷ വാർത്തയാണ്. നമുക്ക് അതുപോലെ ആവണ്ടേ? അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ബെസ്റ്റ് ആവണമെങ്കിൽ, ഇതിപ്പം ബെസ്റ്റ് ഡേയ്സ് ആണ്, ഇതിന് നമുക്ക് ബെസ്റ്റ് ആവണമെങ്കിൽ നമ്മളെ സമയം മെയിൻ ആയിട്ട് നമ്മൾ കളയാതിരിക്കുക. ഈ ചെറിയ 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 കാര്യത്തിന് നമ്മളെ സമയം കളയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ലോണം സഹായത്തിന് തേടുക. നമ്മളോട് ചോദിക്കുക, അല്ലാഹ് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ സെറ്റാണ്, എനിക്ക് ഇനി ആയിഷ റളിയല്ലാഹു പോലെ ആവണം, പക്ഷെ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ജസ്റ്റ് ആലോചിച്ച് നോക്കണം. സൂറത്ത് ഫാത്തിഹ എല്ലാവരും പഠിച്ചതല്ലേ? അതിന്റെ തഫ്സീറും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഓക്കെ. അപ്പൊ അതില് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നസ്തഈൻ എന്നുള്ള ആ ഒരു വാക്ക് എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്? നസ്തഈൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അറബിയില് സഹായത്തിന് ഔൻ എന്ന് പറയും, മദദ് എന്ന് പറയും, നഫദ് എന്ന് പറയും. ഈ 3 ഉപയോഗിച്ചാണ്ട് എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്തഈൻ മാത്രം ഉപയോഗിച്ചേ? ആർക്കെങ്കിലും അറിയാം? ഇല്ല.
ഇല്ല, ആർക്കും അറിയില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാന്റെ സഹായം തന്നെ വേണമെന്നാണോ? ആ സഹായം വേണം. പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായത്തിന് അറബിയിൽ വേറെയും കുറെ വാക്കുകളുണ്ട്, മദദ്, വറബ്, നസ്ബ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് നസ്തഈൻ മാത്രം ഉപയോഗിച്ചത് അതെന്തുകൊണ്ടായിരിക്കും? അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടോണ്ടാ? അല്ല, ഇതുകൊണ്ടാണ് നമ്മൾ തദബ്ബുർ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ തഫ്സീർ പഠിക്കാന്ന് പറഞ്ഞാല് വലിയ വലിയ പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ ഇതാക്കും പഠിക്കും. പക്ഷെ തദബ്ബുർ ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര അച്ചീവ്മെന്റ് ഉണ്ടാവും, ഭയങ്കര നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഈ ഒരു ആയത്ത് തഫ്സീർ നമ്മളിങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇതാണ് ഇതിന്റെ സിറ്റുവേഷൻ, ഈ ഒരു സമയത്താണ് ഇത് ഇറങ്ങിയെന്നൊക്കെ പഠിപ്പിക്കും. പക്ഷെ തദബ്ബുർ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ഈ ആയത്ത് എന്താ എന്നോട് പറയുന്നത്? ഞാൻ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സക്സസ്, ആ ഒരു വിജയം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ ആയത്ത് എന്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് തദബ്ബുർ ചെയ്യാന്ന് പറഞ്ഞാൽ, ഖുർആൻ തദബ്ബുർ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഈ സൂറത്തു ഫാത്തിഹയുടെ നസ്തഈൻ ഉപയോഗിച്ച് എന്താന്ന് വെച്ചാല്, ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, നിങ്ങളിപ്പം ഒരാളോട് വെള്ളത്തിന് വേണ്ടി ചോദിക്കും, അതൊരു സഹായമല്ലേ? നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, നിങ്ങൾ വെള്ളത്തിന് എനിക്ക് കുറച്ച് വെള്ളം തരുമോ ചോദിക്കൂലേ? സഹായമല്ലേ അതും? അതെ അതെ. നേരെ മറിച്ച് അപ്പൊ നമ്മൾ ചെറിയ കുഞ്ഞു സഹായം ചോദിക്കണമെങ്കിൽ എന്താ പറയാ, നമ്മൾ ആ സഹായത്തെ എടുത്തിട്ട് പറയൂലേ. ഇപ്പം എനിക്കൊരു സ്കെയിൽ ആണെങ്കിൽ ആ സ്കെയിൽ ഒന്ന് തരുമോ, ആ ബുക്ക് ഒന്ന് തരുമോ, കുറച്ച് വെള്ളം തരുമോ, കുറച്ച് ഫുഡ് തരുമോ? കുഞ്ഞു സഹായം ആണെങ്കിൽ ആ സഹായം എന്താണെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയും. നേരെ മറിച്ച് നിങ്ങൾ വലിയൊരു മലന്റെ മേലെ കയറി, ഓക്കെ, വലിയൊരു മലന്റെ മേലെ ഇങ്ങനെ ടൂർ പോയതാണ്, നിങ്ങൾ വലിയ മലന്റെ മേലെ കയറി ആ മലന്റെ മേലെത്തിയപ്പം പെട്ടെന്ന് നിങ്ങളെ കാല് സ്ലിപ്പായിട്ട് താഴോട്ടേക്ക് പോകണം. താഴെ ഭയങ്കര കൊക്കയാണ്, കായൊക്കെ നിങ്ങൾ പെട്ടെന്ന് സ്ലിപ്പായിട്ട് പോയി. സ്ലിപ്പായിട്ട് പെട്ടെന്ന് പോയപ്പോൾ നിങ്ങൾ ഒരു വള്ളി കിട്ടിയിട്ട് ഒരു കുട്ടിക്ക് അവിടെ ഇങ്ങനെ പിടിച്ചു തന്നു. ആ സമയത്ത് നിങ്ങൾ എന്താ പറയാ, ഹെൽപ്പ്, ആരെങ്കിലും രക്ഷിക്കീ എന്നല്ലേ പറയാ? നിങ്ങൾ ഇങ്ങനെ പറയാം, ഞാൻ മേലേക്ക് വന്നിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് സ്ലിപ്പായി, ഞാൻ ആരെങ്കിലും രക്ഷിക്കുക, അങ്ങനെ പറയാ? അല്ലെങ്കിൽ ഒറ്റ വാക്ക് രക്ഷിക്കീ സഹായിക്കീ എന്ന് മാത്രമേ പറയാ? ആദ്യം വിളിക്കൽ അള്ളാനായിരിക്കല്ലോ. അല്ല അതല്ല അള്ളാനെ വിളിക്കുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് എന്താ പറയാ, നിങ്ങൾ ഒറ്റ വാക്കാണോ സഹായിക്കീന്നാണോ പറയാ, അല്ലെങ്കിൽ ഞാൻ മലന്റെ മേലെ കയറി എന്നിട്ട് ഞാൻ വീണുപോയി എന്നിട്ട് എന്നെ സഹായിക്കുന്ന ഒറ്റ വാക്ക് സഹായം. അപ്പൊ ചെറിയ കാര്യത്തിന് ചെറിയ സഹായത്തിന് നമ്മൾ ആ കാര്യം എടുത്തിട്ട് പറയും, അതൊന്ന് തരുമോ, ആ പെൻസിലൊന്ന് തരുമോ. പക്ഷെ വലിയ ഒരു ഹെൽപ്പാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഒറ്റ വാക്കാണ്, എന്നെ ഹെൽപ്പ് ചെയ്യും. അതാണ് നമ്മൾ ഈ സൂറത്ത് ഫാത്തിഹയിൽ പറയുന്നത്, യാ റബ്ബേ എനിക്ക് വലിയ ഹെൽപ്പ് ആകാണ്ട് ചെറിയ ഹെൽപ്പല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്തഈൻ കൊണ്ട് ഉദ്ദേശിച്ചത്. വലിയ ഹെൽപ്പാണ്. കാരണം ഈ ലോകം, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാന്ന് പറയുന്നത് ഈ മലന്റെ ഇന്ന് താഴേക്ക് വീഴുന്നതിന് തുല്യമാണ്. അപ്പം അവിടെ ഞാൻ നിൽക്കണമെങ്കിൽ യാ റബ്ബേ നസ്തഈൻ, അവിടെ എനിക്ക് കുറച്ച് സഹായം അല്ല വേണ്ടത്, എനിക്ക് വലിയ ഹെൽപ്പാണ് വേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. യാ റബ്ബേ ഞാൻ നിന്റെ അടിമയായി, പക്ഷെ എനിക്ക് വലിയ ഹെൽപ്പ് വേണം. അപ്പൊ എനിക്ക് ബെസ്റ്റ് ആവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, മനസ്സ് തട്ടിയിട്ട് ഫീൽ ചെയ്തിട്ട് ചോദിക്കുക. വെറുതെ ഫാത്തിഹ ഓതിട്ട് ആ ഒരു മലയാള അർത്ഥം മാത്രം മനസ്സിൽ തേടാ സഹായം തേടുന്നു, അങ്ങനല്ല. മനസ്സ് തട്ടി അതെനിക്ക് ശരിക്കും ഹെൽപ്പ് വേണം, ഞാൻ വലിയ സഹായമാണ് നിന്നോട് ചോദിക്കുന്നത്, അതെന്നെ എനിക്ക് താ. അപ്പൊ ശരിക്ക് അത് ചോദിക്കാം. അപ്പം 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി മുതൽ ഉണ്ടായിരിക്കണം. ഒന്നെന്ന് പറയുന്നത്, ഒരിക്കലും വിടാൻ പാടില്ല. എനിക്കാവുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റൂല, എനിക്കാവൂല, എനിക്ക് ഇത്ര പ്രായമായില്ലേ, എനിക്കാവൂല, മതിയായി, ഒരിക്കലും പറയാൻ പാടില്ല. പഠിക്കുക, നല്ലോണം മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാന്നുള്ളത്. സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓരോ ദിവസം എഴുതി വെക്കുക, എനിക്ക് ഇന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എണീക്കും, ഇന്ന സമയത്ത് ഹസ്ബൻഡിന് ചെയ്യേണ്ട ഡ്യൂട്ടികൾ, ഇന്ന സമയത്ത് മക്കൾക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടികൾ, എന്നിട്ട് ബാക്കിയുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. നിങ്ങൾ ഒന്നും ഓർഗനൈസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊരു സമയം കിട്ടാത്ത പോലെ നിൽക്കുന്നത്. ഒന്ന് നിങ്ങൾ ഇരുന്നിട്ട് എന്താക്കുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ഇത്ര മണിക്ക് ഞാൻ എണീക്കും, ഒരു 2 മണിക്ക് എണീക്കും, ഇതെന്റെ റബ്ബിനുള്ളതാണ്. ഓക്കെ, സുബ്ഹ് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങി, പിന്നെ നമുക്ക് അള്ളാന്റെ അടിമകൾക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടിയായി, നമ്മൾ ദാവത്തിന്റെ ആ ഒരു രീതിയിലേക്ക് ഇറങ്ങി. ഓക്കെ, ഞാനത് കൊടുത്തു. എന്നിട്ട് പിന്നെയും ഒരു 2 മണി, അതിന് ഇടയ്ക്ക് ഇറങ്ങി ടൈം കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഠിക്കുക, എന്തെങ്കിലും മനസ്സിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പ്രത്യേകിച്ചിട്ട് എടുത്ത് പറയുന്നതാണ്, ടൈം ആവാറായില്ലേ? 10 മിനിറ്റ് കൂടി ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ചിട്ട് നിങ്ങളോട്, നമ്മൾ സ്ത്രീകളോട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതാണ്, സമയം വേസ്റ്റ് ആക്കില്ലേ. കാരണം അടുക്കളയിൽ ഒരു 30 മിനിറ്റ് തീർക്കാനുള്ള പണിയാണെങ്കിൽ അതൊരു 35 മിനിറ്റ് ആക്കണ്ട, 30 മിനിറ്റ് തന്നെ തീർക്കുക, ബാക്കി എന്താക്കുക അതിലേക്ക് കൊണ്ടുവരിക ഇൻഷാ അല്ലാഹ്. വേറെ ഒരു പോയം എഴുതിയിട്ടുണ്ടായിരുന്നു ഇമാമിന്റെ, പക്ഷെ അതിന് പറയാനുള്ള നേരെയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് എല്ലാവർക്കും ആ ഒരു ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ കൂടി ചെയ്തിട്ട് നമുക്കിത് നിർത്താം. ഓക്കെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله استغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. بارك على محمد كما باركت على إبراهيم في العالمين إنك حميد مجيد. يا الله നീയാണ് അൽ മുജീബ്, ഉത്തരം നൽകുന്നവൻ. യാ അല്ലാഹ് നീയാണ് അൽ ലത്തീഫ്, നീയാണ് എല്ലാം അറിയുന്നവൻ. യാ അല്ലാഹ് നിനക്കറിയാം എന്തിനാണ് ഇന്ന് ഇവിടെ നാം ഓരോ ആളും ഒത്തുചേർന്നത് എന്ന്. യാ അല്ലാഹ് നിനക്കറിയാം നമ്മളിലെ ഓരോ ആൾക്കാരുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന്. യാ അല്ലാഹ് ഉത്തരം നൽകുന്നവനെ, നമ്മൾ ചോദിച്ചതിലും കൂടുതലായിട്ട് നീ നമുക്ക് ഉത്തരം നൽകണം യാ റബ്ബുൽ ആലമീൻ. ഈ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് തരണം യാ അല്ലാഹ്. യാ ഗഫൂർ, യാ ഗാഫിർ, യാ ഗഫാർ. ഇന്ന് ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് ഒരാളെയും എഴുന്നേൽപ്പിക്കല്ലേ നീ പുറത്തു തരാതെ. ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും നീ പുറത്തു കൊടുക്കണേ യാ റബ്ബേ. യാ അല്ലാഹ് നിന്നെ കൂടുതലായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അറിയില്ലെങ്കിലും നിന്റെ അടുത്തേക്ക് അവരെത്തിക്കണേ യാ അല്ലാഹ്. യാ റഹ്മാൻ, നമ്മളിലെ ഓരോ ആൾക്കും അവരുടെ അവസാന നിമിഷം ഷഹാദത്ത് പറഞ്ഞ് മരിക്കാൻ പറ്റണേ. നീ എപ്പോഴാണോ ഈ അടിമയിൽ പൂർണ്ണ തൃപ്തി അടയുന്നത് അന്ന് നീ ഞങ്ങളെ വിളിക്കണേ യാ റബ്ബുൽ ആലമീൻ. യാ അല്ലാഹ് ആർക്കെങ്കിലും അവരുടെ പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിന്റെ റഹ്മത്ത് ഉണ്ടായിരിക്കണേ. അവരെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഹിസാബും കൂടാതെ കേറ്റണേ യാ റബ്ബേ. യാ റബ്ബേ ഞങ്ങൾക്ക് ഒരു പദവി നൽകണേ നിന്റെ ദൂതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ. ആമീൻ. യാ അല്ലാഹ് ഞങ്ങളെ ഖുർആന്റെ ആൾക്കാരാക്കണേ. അത് ജീവിതത്തിന്റെ വസന്തവും വെളിച്ചവും പഠിക്കാനും പറ്റണേ. ഞങ്ങളുടെ ഈ ദഅവത്ത് നീ സ്വീകരിക്കണേ യാ റബ്ബേ. യാ അല്ലാഹ് ഏതെങ്കിലും സ്ത്രീ കുടുംബത്തിലോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ യാ അല്ലാഹ് നിനക്കറിയാം അവർ ഏത് രീതിയിലാണ് ഉള്ളത്. അവർക്ക് നീ ഒരു നേരായ വഴി കൊടുക്കണേ യാ റബ്ബേ. യാ അല്ലാഹ് ഇവിടെ നമ്മൾക്കോ അവരുടെ പ്രിയപ്പെട്ടവർക്കോ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ യാ അല്ലാഹ് ഇന്ന് ഈ ഒരു നിമിഷം അത്ഭുതകരമായിട്ട് നീ അത് മാറ്റിക്കൊടുക്കണേ യാ റബ്ബേ. യാ അല്ലാഹ് നിന്റെ പരിശുദ്ധമായ കഅബ സന്ദർശിക്കാനുള്ള ഭാഗ്യം നമ്മളിൽ ഓരോ ആൾക്കാർക്കും നീ തന്നെ അനുഗ്രഹിക്കണേ. യാ അല്ലാഹ് നമ്മുടെ ഉമ്മത്തിനെ നീ രക്ഷിക്കണേ. യാ അല്ലാഹ് നിന്നെ ആത്മാർത്ഥതയോടുകൂടി ഇബാദത്ത് ചെയ്യാൻ ആൾക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ യാ റബ്ബേ. ഏതെങ്കിലും സമയത്ത് നമ്മൾ ദുആ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ അതിലും നീ ഉത്തരം നൽകണേ. കാരണം നീ എല്ലാം അറിയുന്നവനാണല്ലോ റബ്ബേ. യാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഹിസാബും ശിക്ഷയും കൂടാതെ എത്തുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുത്തണേ യാ അല്ലാഹ്. നീയാണ് പറഞ്ഞത് നീയാണ് പറഞ്ഞത് എന്നോട് ദുആ ചെയ് ഞാൻ ഉത്തരം നൽകാന്നുള്ളത്. നീയാണ് പറഞ്ഞത് എന്നെ വിളിക്ക് ഞാൻ ഉത്തരം നൽകാന്നുള്ളത്. നീ ഞങ്ങളെ കൈവിടല്ലേ. അതുകൊണ്ട് റബ്ബേ ഉത്തരം താ യാ റബ്ബേ. അൻതൽ കരീം അൻതൽ മുജീബ് യാ അർഹമർ റഹീമീൻ. ഉത്തരം താ. നിന്റെ തൃപ്തി ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവണേ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക റഹ്മൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.